You all yeah, please. Good morning, ma'am. Thank you. Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning. Good morning, ma'am. Good morning, ma'am. Okay, so last class terms കുറിച്ച് പറയുമായിരുന്നു അല്ലേ? Ma'am, clear ആവുന്നില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇപ്പൊ ക്ലിയർ ആണോ? Yes, ma'am. ഞാൻ നിങ്ങളുടെ ശരിക്കും പറഞ്ഞ ഫെബ്രുവരി ആണെന്നോ എന്താ പറയാ 28 ദിവസമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ പിന്നെ ആലോചിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടാകുന്നു. അതാണ് ഞാൻ പിന്നെ നിങ്ങളുടെ അപർണ മിസ്സിനോട് റിക്വസ്റ്റ് ചെയ്തത്. മിസ് നിങ്ങളോട് ബൈ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നോ യുവർ സ്പേസ്? No, ma'am. No, ma'am. ഇവയെ തീർക്കാതെ പറ്റിയാലോ അല്ലേ? മോണ്ടിസോറി ടേംസിൽ നമ്മൾ ലാസ്റ്റ് കുറച്ച് കൂടെ നമ്മൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ഓൾറെഡി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കഴിഞ്ഞത് കാരണം ഈ ഡിഫറൻസസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. അതിനു മുമ്പ് നമ്മൾ ഇന്റലിജൻസിലെ മെന്റൽ ഡിഫറൻസസ് അതായിരുന്നു പറഞ്ഞത് അല്ലെ? ഓക്കെ, അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണ്ട. കാരണം നമ്മൾക്ക് അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോരുത്തരുടെയും ഇന്റലക്ച്വൽ ലെവല് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ചില കാര്യങ്ങളിലായിരിക്കും പൊട്ടൻഷ്യൽ, ചിലർക്ക് ചില കാര്യങ്ങളിലായിരിക്കും. എന്ന് വെച്ചിട്ട് അവരെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനെയാണ് അവരൊരു പൊട്ടനാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരവരുടെ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. ഇതിൽ വരുന്നൊരു ഇന്റലിജൻസ് ആണ് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. നമ്മളുടെ ബോഡി പ്രോപ്പർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുക, സ്പീഡ്, പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ്, ഇതൊക്കെ. അതായത് ഒരു അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ചില ആളുകൾ നമുക്ക് കാണാം ഓടിക്കൂടി വന്ന് അപകടത്തിൽപ്പെട്ടവരെ വേഗം റെസ്ക്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. ആ സ്പീഡ് ഓഫ് ആക്ഷൻ, അത് മസിൽസിന്റെ മൂവ്മെന്റ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. 157 ആണ്. പാർട്ട് 3 മൊഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 10 ആണ്. കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ ഇന്നലെ എടുത്തതിന്റെ ബാലൻസ്. ഓക്കെ, ഇപ്പൊ മസിൽസിന്റെ മൂവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ടയർഡ്നെസ്, ആ ഒരു അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ചില ആളുകളെ കാണാം നമ്മൾ, അവർ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഭയങ്കര ചുറുചുറുക്കോട് കൂടി വർക്ക് ചെയ്യും, ഭയങ്കര സ്മാർട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്യും, ടയേർഡ് ആവുകയില്ല. ചില കുട്ടികൾ കളിക്കുമ്പോ തന്നെ നമുക്ക് കാണാം അവർക്ക് ക്ഷീണമേ ഇല്ല ആ ഒരു രീതിയിൽ. അങ്ങനെ ആ ഒരു മോട്ടോർ എബിലിറ്റിയാണ് പറയുന്നത്. ചില ഡാൻസേഴ്സ് അവരുടെ മൂവ്മെന്റ്, അപ്പൊ ഈ മോട്ടോർ എബിലിറ്റി നല്ല പീക്കിലുള്ളവർക്ക് ഒരു സ്പേഷ്യൽ അവയർനെസ്സും കൂടി ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ എത്രത്തോളം സ്പേസ് ഉണ്ട്, ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളോട് പെട്ടെന്ന് ഡാൻസ് ചെയ്യാൻ പറയുമ്പോഴേക്കും അയാൾക്ക് ആ പ്ലാറ്റ്ഫോമിന്റെ സ്പേസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ആ സ്പേസ് ഉൾക്കൊണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെ സ്പേഷ്യൽ അവയർനെസ്, ഇതെല്ലാം മോട്ടോർ എബിലിറ്റിയുടെ ഡിഫറൻസ് ഇൻ മോട്ടോർ. നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്നവര് അവരുടെ പാർക്കിംഗ് എബിലിറ്റി, ഒരു സ്പേസ് കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും, ഒരു ഇടുങ്ങിയ റോഡിലൂടെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ എങ്ങനെ പോകണം, അങ്ങനെ സൈഡ്സ് എല്ലാം കറക്റ്റ്, അതെല്ലാം ഈ മോട്ടോർ എബിലിറ്റിയിൽ വരും.
ഇനി നെക്സ്റ്റ് ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പല ആളുകൾക്കും പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും, താല്പര്യങ്ങളായിരിക്കും, ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി ആയിരിക്കും അല്ലെ. ചിലർക്ക് ആളുകളെ കാണുന്നതും ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിനും സോഷ്യലൈസ് ചെയ്യുന്നതിനും സോഷ്യൽ ഫങ്ഷനിങ്ങിനും ഗ്യാതറിങ്ങിനും ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ചിലർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ചിലർ പക്ഷെ ലോൺലിനെസ് വളരെയധികം എൻജോയ് ചെയ്യുന്നവരാണ്. സോളിറ്റ്യൂഡ്, ആ ഒരു സോളാസ് അത് എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരുന്ന ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുമുള്ള അവരുടെ ഒരു താല്പര്യം. രണ്ടാമത്തെ ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നവർ വരുന്നതാണ് ഇൻട്രാ പേഴ്സണൽ. അവരെപ്പോഴും സെൽഫ്, അത് സെൽഫിഷ് ആവണമെന്നില്ല, അവർക്ക് ആ സെൽഫ് അവയർനെസ് കൂടുതലായിരിക്കും, അവരെ പറ്റി കൂടുതൽ അനലൈസ് ചെയ്യും, അങ്ങനെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രിഡിക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. അതായത് ചിലര് വളരെയധികം അറിവുള്ളവരായിരിക്കും, സ്കോളാസ്റ്റിക്. ചിലർക്ക് മ്യൂസിക്കിലായിരിക്കും, ചിലർക്ക് ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. താല്പര്യങ്ങള് പാട്ടിനോടും ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളോടും പിന്നെ പല കാര്യങ്ങളിലെ നോളജും. അങ്ങനെ ചിലർക്ക് സയൻസ് പരമായ കാര്യങ്ങളോടും, ചിലർക്ക് മാത്സ്, ചിലർക്ക് കൊമേഴ്സ്യൽ സൈഡിലായിരിക്കും, ബിസിനസ് അങ്ങനെയുള്ള അക്കൗണ്ട്സ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും താല്പര്യം. പിന്നെ നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മനോഭാവം, ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, ആറ്റിറ്റ്യൂഡ് മനോഭാവം. നമ്മൾ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടാണ് അവരെ ഓരോന്നിലേക്കും ഗൈഡ് ചെയ്യാറ് അല്ലെ. ആറ്റിറ്റ്യൂഡ് മനോഭാവം. ഈ ആറ്റിറ്റ്യൂഡ് ചില സമയത്ത് സിറ്റുവേഷൻസിനനുസരിച്ച് മാറാറുണ്ട്. ചില ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല നമുക്ക് വേറെ ആളുകളോട് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ. പിന്നെ ഇതുപോലെ പൊളിറ്റിക്കൽ, റിലീജിയസ്, അങ്ങനെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം ഡിഫറൻസസ് ആയിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആറ്റിറ്റ്യൂഡിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ മനുഷ്യരോടും ചിലപ്പോൾ ഒരുപോലെ അങ്ങനെ പെരുമാറുന്ന ആളായിരിക്കില്ല. ചിലപ്പോ താല്പര്യമുള്ളവരോട് ഭയങ്കര ഇഷ്ടത്തോടെ പെരുമാറും, അല്ലാത്തവരെ അവോയ്ഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ക്യാരക്ടർ ഉള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ആ വ്യക്തി നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അയാളോട് കാണിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ഇമോഷണൽ ഡിഫറൻസസ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. ചിലര് സ്നേഹം വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലർ എക്സ്പ്രസ് ചെയ്യില്ല, അത് വളരെ ചെറിയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അഫെക്ഷൻ, അമ്യൂസ്മെന്റ്, ഇതെല്ലാം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അതുപോലെ നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്, ലൈക്ക് ദേഷ്യം അങ്ങനെ. അപ്പൊ ഒരു കുട്ടിക്ക് ശരിക്കും വേണ്ടത്, കുട്ടിക്ക് തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മളുടെ വളർച്ചയെ അത് ഹെൽപ്പ് ചെയ്യും. ഒരു ടെസ്റ്റിന് പോവുകയാണ് ഒരു കുട്ടീനെ വിചാരിച്ചു, കുട്ടിയോ വലിയ ആളോ ആരും ആയിക്കോട്ടെ, നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അയാളെ അതിന് മോട്ടിവേറ്റ് ചെയ്ത് അയക്കുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും അല്ലെ. അപ്പൊ അത് അവരുടെ നെക്സ്റ്റ് ഗ്രോത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിനെ അവരെ ഹെൽപ്പ് ചെയ്യിക്കും. അതേസമയം നീ ഒന്നും ചെയ്താൽ കിട്ടില്ല ആ ഒരു രീതിയിൽ പറയുമ്പോഴേക്കും അത് ഒരു നെഗറ്റീവ് ഇമോഷൻ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ നമ്മൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് അത് ഭയങ്കര വിഷമവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. ഇമോഷണൽ ഡിഫറൻസസ് ഉണ്ട്. നെഗറ്റീവ് മാത്രം, നെഗറ്റീവിസം ഒരു ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ പഠിച്ചല്ലോ അല്ലെ. അങ്ങനെ ഏതൊരു സിറ്റുവേഷനിൽ നെഗറ്റീവ് പറയുന്ന ഒരാള്, നെഗറ്റീവിസം, ഇതൊക്കെ ഇമോഷണൽ ഡിഫറൻസസിൽ വരുന്നതാണ് അങ്ങനെയുള്ള ഒരു ആക്ഷൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ മോണ്ടിസോറി ടേംസ് കഴിഞ്ഞു. നെക്സ്റ്റ് ടെൻഡൻസി ഓഫ് മെൻ. കുറെ നേരം കൊണ്ട് എൻ്റെ ഉള്ള നോട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക, കിട്ടി. ഇപ്പം ഇത് തന്നെ പറ്റും കൊണ്ട് വെച്ചത് കണ്ടിരിക്കും. So tendencies. 9th chapter ആണെന്ന് തോന്നുന്നു അല്ലെ. Ninth chapter. ഓക്കെ, യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ടെൻഡൻസി. എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു, എനിക്ക് അപ്പൊ അവിടെ പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. ലൈക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കോമൺ വേർഡ് തന്നെയാണ്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഈ ടെൻഡൻസീസ് ആണ് ആളുകളെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യിക്കുന്നത്.
അപ്പൊ കുട്ടികളിലും ഇതേ, എല്ലാ മനുഷ്യർക്കും ഇതേ ടെൻഡൻസി ഉണ്ട്. അത് അവരുടെ ഡെവലപ്മെന്റിലേക്കുള്ള ഒരു ചെറിയൊരു ഗോൾ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം അതിന്. പിന്നെ നമുക്കറിയാം ഡോക്ടർ മോണ്ടിസോറി ഈ 2 വേൾഡ് വാറിന്റെയും ആഫ്റ്റർ എഫക്ട്സ് കണ്ടു മനസ്സിലാക്കി വന്ന ഒരാളാണ്. അപ്പൊ വേൾഡ് പീസിനെ പറ്റി അവരെപ്പോഴും പറയും, ലവ്, പീസ്, ഹാർമണി, അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ അവരുടെ മെത്തേഡും ആ ഒരു രീതിയിൽ എയിം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. എപ്പോഴും അതിനെപ്പറ്റി ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. ഹ്യൂമൻ പ്രോബ്ലംസും അത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ സൊസൈറ്റി നമ്മുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് വായിപ്പിക്കണം നമ്മൾ ലേറ്റ് ആവും എന്ന് വായിക്കാൻ പറ്റുക എങ്കിലും കിട്ടുന്നല്ല, ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിയോടുകൂടി വായിക്കാൻ പറ്റും. നോക്കാം അല്ലെ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? കണ്ടില്ല കേട്ടോ, പ്ലീസ് വായിച്ചോ. Okay, ma'am. Montessori had much to say about world peace. She always talks about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child, and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and versatility for survival. Regardless of race, country, or culture, people follow similar patterns. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to made and refine the world around them, which she considered these as tendencies of man. They are exploration, order, gregariousness, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence, and work. The Montessori preferred environment with its carefully chosen and beautifully arranged materials inbuilt around these tendencies. Because of this, Montessori teachers do not want to force their students to. Children are naturally drawn to the materials because they appeal to their instinctive drives. During her many years of inspection, children in a great variety of cultural environments, Montessori was able to identify 14 specific observable traits, which she considered as tendencies of man. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഡോക്ടർ മോണ്ടെസോറിയുടെ എയിം എന്ന് പറയുന്നത് എ വേൾഡ് ഓഫ് പീസ്, ലവ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു വേൾഡ് അല്ലെ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് എല്ലാം കിട്ടുന്ന വളരെ മനോഹരമായ ഒരു ലോകം ആയിരുന്നു അവരുടെ ഒരു സ്വപ്നം. ഇതിനു വേണ്ടിയിട്ട് അവര് പല രീതിയിലുള്ള മെത്തേഡ്സ് അവർ സ്വീകരിച്ചു. അപ്പൊ ഇങ്ങനെ ത്രൂ ഹിസ്റ്ററി നമ്മള് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഫോർ ഫാദേഴ്സ് കാട്ടിൽ ജീവിച്ചിരുന്ന സമയം, അവരുടെ ആദ്യകാലം, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഡൻസിയാണ്, അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും. അവരാദ്യം എന്തായിരുന്നു, റോ മീറ്റ് ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. മരങ്ങളിൽ നിന്നും കിട്ടുന്ന പഴം, മറ്റു കായ്കള് അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ അവര് ഈ അനിമൽസ് അവരെ ഹാം ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവര് പല ആയുധങ്ങളും ഉണ്ടാക്കി. അത് അവര് വുഡൻ ആയിട്ട് അങ്ങനെയുള്ള ആയുധങ്ങളായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നില്ല, ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പൊ അവര് നിലത്തെ ഡിഗ് ചെയ്യാനും അങ്ങനെ രീതിയിലൊക്കെ, അപ്പൊ റൂട്ട്സ് വരുന്ന രീതിയിലുള്ള കുറെ ഫുഡ് ഐറ്റംസ് അവർക്ക് കിട്ടി. അപ്പൊ അവരത് കഴിക്കാൻ തുടങ്ങി. ഇനി കാട്ടുതീ എന്ന സർവ്വസാധാരണമാണ്, അതൊക്കെ ഒരു അസംഷനാണ് കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്നുള്ളത്. അപ്പൊ ഈ മീറ്റും അനിമൽസും അതുപോലെ തന്നെ ഈ കിഴങ്ങൊക്കെ ആ തീയിൽ വെന്തപ്പോ അതിന്റെ സ്മെല്ല് അവർക്ക് സെൻസ് ചെയ്തു. അവരത് രുചിച്ചു നോക്കി. അങ്ങനെ ഇപ്പൊ ടേസ്റ്റ് റോ ആയിട്ട് കഴിക്കുന്നതിൽ ടേസ്റ്റ് തോന്നി. അങ്ങനെ ആയിരിക്കാം അവരത് കുക്ക് ചെയ്യാനായിട്ട് കഴിച്ചു തുടങ്ങി. അങ്ങനെ തീയായി അവർ കുക്ക് ചെയ്തു. പിന്നെ അവര് ഷെൽട്ടർ നോക്കുമ്പം ബേർഡ്സ് എല്ലാം നെസ്റ്റ് ഉണ്ടാക്കുന്നു. സോ അങ്ങനെ കണ്ട് അവര് അതുപോലുള്ള ഷെൽട്ടർ ഒക്കെ നോക്കി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവർക്ക് സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും അങ്ങനെ അത്
വലിച്ചെറിയുന്നൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്നത് കാണുമ്പോൾ ആക്ച്വലി അവർക്ക് ഫാമിങ്ങിനുള്ള ആ ഒരു ഇതിലേക്ക് ടെൻഡൻസിലേക്ക് വരും. അങ്ങനെ അവര് റിവറിന്റെ ബാങ്കിലേക്കൊക്കെ പോവാണ്, വെള്ളം വേണമല്ലോ. അപ്പൊ ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് ആ ഒരു സിവിലൈസേഷൻ ഉണ്ടായി വരുന്നത്, ആ ഒരു കൾച്ചർ ഒക്കെ ഫോം ചെയ്യുന്നത്. അതെല്ലാം അവരുടെ എക്സ്പ്ലോറേഷൻ എന്നുള്ളൊരു ടെൻഡൻസി കൊണ്ടാണ്. അപ്പൊ ഏതൊരു മനുഷ്യരിലും ഉള്ളതാണ് എക്സ്പ്ലോറേഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീക്കെൻഡ്സ് വരാൻ കാത്തിരിക്കും, അല്ലെങ്കിൽ ഒരു അവധി വരാൻ നോക്കിയിരിക്കും, എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകും അല്ലെ, ഒരു റൈഡ്, ഒരു യാത്ര, ഒരു പിക്നിക്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യും, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ, അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി ഉണ്ട്. കുട്ടികളിലും അതുണ്ട്. ചെറിയ കുട്ടികളെ നോക്കിയാൽ അവർക്ക് എപ്പോഴും പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഓർഡർ, ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ വരുന്നത്. ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും അങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കാനും വളരെ ഇഷ്ടമാണ്. ഇപ്പൊ ഗ്യാതറിങ്സ്, സ്മോൾ ഗ്യാതറിങ്സ് നമ്മൾ ഫാമിലി വൈസ് അല്ലെങ്കിൽ സ്കൂൾ ബാച്ച്, കോളേജ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യും അല്ലെ. അപ്പൊ ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത് അതാണ്, ആ ഒരു ബാച്ചിന്റെ ഒരു ഗ്യാതറിങ്. നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോഴും എല്ലാരെയും ഒന്ന് കാണാം, അങ്ങനെയുള്ള ഉദ്ദേശത്തിനല്ലേ വരുന്നത്, ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കാനുള്ള ഒരു താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടെൻഡൻസി വരുന്നത്. പിന്നെ അബ്സ്ട്രാക്ഷൻ, നമ്മൾ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് വരുന്നു പലതിലേക്ക്. പിന്നെ നമ്മൾ ചില എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഉണ്ട് അതിൽ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളൊരു ഡിഷ് ഉണ്ടാക്കുന്നു, ഈ ഡിഷ് നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പൊ ഉണ്ടാക്കിയതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ആനുപാതികമായിട്ടുള്ള ഒരു സെർവിങ് ഡിഷ്, ഒരു പാത്രം നമ്മൾ എടുക്കും അല്ലെ. അപ്പൊ അതൊരു കാൽക്കുലേഷൻ ആണ്, നമ്മുടെ മെന്റൽ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതൊരു ഇന്റലിജൻസ് ആണ് കേട്ടോ, സ്പേഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ്. കറക്റ്റ് അളവിലുള്ള ഒരു പാത്രം എടുക്കുക എന്നുള്ളത്. ചിലരത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കറക്റ്റ് ആയിരിക്കും ആ പാത്രത്തിന്. ചിലർക്ക് പക്ഷെ ആ ഒരു ഇന്റലിജൻസ് ലോ ആയിരിക്കും. അപ്പൊ ഇവരെടുക്കുന്ന പാത്രം ഒന്നുകിൽ വലുതായിരിക്കും, ഒന്നുകിൽ ഒത്തിരി ചെറുതായിരിക്കും. അങ്ങനെ വണ്ടി വർക്ക് ചെയ്യുന്നതൊക്കെ ആ ഒരു കാൽക്കുലേഷൻ ആണ്, നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലെ. പിന്നെ ചില പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ എന്താ എപ്പോഴും ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യും, പലതവണ ചെയ്തു നോക്കും, റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ അത് വരും. നമ്മുടെ സെൽഫ് കൺട്രോൾ, നമ്മൾ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ആത്മനിയന്ത്രണം എന്നൊക്കെ പറയണേ, അങ്ങനെ അത് പെർഫെക്ഷനിലേക്ക് ചെയ്യും. പിന്നെ ഇൻവെന്റീവ്നെസ്, പല കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും. പിന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് വർക്ക്. അപ്പൊ ഒരു ടെൻഡൻസി പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിന്റെ കൂടെ വരും. വർക്ക് എന്നുള്ള ടെൻഡൻസിയുടെ കൂടെ വരുന്നതാണ് സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, കാൽക്കുലേഷൻ, റെപ്പിറ്റീഷൻ, കോൺസെൻട്രേഷൻ, ഇൻട്രസ്റ്റ്, അങ്ങനെ ഇൻഡിപെൻഡൻസ് ഇതല്ല. അപ്പൊ എല്ലാ ടെൻഡൻസികളും തമ്മിൽ കണക്റ്റഡ് ആണ്. ടെൻഡൻസി ഒറ്റയ്ക്കല്ല, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ടെൻഡൻസി നമ്മൾ ഉണ്ടായി വരുവാണ്. അപ്പൊ അത് ശരിക്കും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് തന്നെയല്ലേ. നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകും, ആദ്യമൊക്കെ നമ്മള് പേപ്പറിൽ വെട്ടി പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലോത്തിൽ ചെയ്യും, മോശമായിട്ടുള്ള പഴയ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ചെയ്യും. പിന്നെ നമ്മൾ നല്ലതൊരെണ്ണം വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ അതിനെ കൂടുതൽ ഭംഗിയായി കഴിയുമ്പോൾ നമ്മൾ നല്ല ഇതിലേക്കൊക്കെ ചെയ്ത് തുടങ്ങും. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മളിലുണ്ട്. ചിലരെ കണ്ടാൽ അറിയാം, അവർക്ക് ആ ഒരു പെർഫെക്റ്റ്. ഇപ്പം വണ്ടി ചില ആൾക്കാർ പാർക്ക് ചെയ്ത് പോകുമ്പോഴേക്കും വീല് നാല് സൈഡിലേക്ക് ഇരിക്കുന്നതാണ്. ചിലർക്ക് പക്ഷെ അങ്ങനെയല്ല, അവർ ആ വീല് കറക്റ്റ് ആക്കിയിട്ട് പാർക്ക് ചെയ്യുന്നതാണ്. അത്ര അത് നിർബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. പെർഫെക്ഷൻ എങ്ങനെയെങ്കിലും മാർക്ക് ചെയ്താൽ പോരെ ഒരു ഗ്രൂപ്പുകാർ പറയുമ്പോൾ. അപ്പൊ അതങ്ങനെയാണ്, ഓരോ മനുഷ്യരുടെയും ടെൻഡൻസീസും ആ രീതിയിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ടെൻഡൻസി എല്ലാം നമ്മളുടെ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. കുട്ടികളെ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നാച്ചുറലി വേണം അവരെ മെറ്റീരിയൽസിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം തോന്നണം. എന്നിട്ട് അവരുടെ ആ ഇന്നർ ഗീഡ് അവരെ ഇത് ചെയ്യാനായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കണം. അതാണ്. അപ്പൊ അങ്ങനെ ഡോക്ടർ മോണ്ടിസോറി ഒരു ഏകദേശം ഒരു 14 സ്പെസിഫിക് ഒബ്സർവബിൾ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ട് ഹ്യൂമന്റെ ടെൻഡൻസീസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതാണ് താഴെ ഇങ്ങനെ ഒരു 14 എണ്ണം നമുക്ക് കാണാം. ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ പറയുക, 14 ടെൻഡൻസീസ്. ഈ ടെൻഡൻസീസ് എല്ലാം ഒരു ലൈക്ക് നമ്മുടെ ഉള്ളിലൊരു ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒന്ന് മറ്റൊന്നിനെ കോംപ്ലിമെന്റ് ചെയ്യും.
നമ്മളുടെ പല പേഴ്സണൽ ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇതുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഭയങ്കര പങ്ക്ച്വൽ ആണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. ചിലർക്ക് നമ്മൾ പറയും ആളുഴപ്പാ, പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ എൻഡ് റിസൾട്ടിൽ എത്തിക്കും, ആ ഒരു രീതിയിൽ. അങ്ങനെ ഈ ടെൻഡൻസീസ് ആണ് ശരിക്കും നമ്മളെ ഓരോരുത്തരെയും ബിൽഡ് ചെയ്യുന്നത് ഒരു ഇൻ എ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു ക്ലസ്റ്റർ ഓഫ് ടെൻഡൻസീസ്, ഇപ്പൊ 14 ടെൻഡൻസീസ് മറിയം മോണ്ടിസോറി മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ടെൻഡൻസീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ആരോ ഒരാളും കൂടെ വായിക്കാനും നേരത്തെ പറഞ്ഞിരിക്കാനും മനസ്സിലായില്ല. എക്സ്പ്ലോറേഷൻ മുഴുവൻ വായിച്ചോളൂ പ്ലീസ്. ലൗലി ചേച്ചി ആയിരുന്നു. എനിക്ക് ആരാന്ന് ഞാൻ കണ്ടില്ല, ഞാൻ സ്ക്രീൻ കണ്ടില്ലായിരുന്നു. ഞാൻ പ്ലീസ് ഞാൻ വായിക്കാട്ടോ. എന്തോ തുടങ്ങിയല്ലേ മാം? 14th യൂണിവേഴ്സൽ ടെൻഡൻസീസ് തുടങ്ങിയല്ലേ? വേണമെന്നില്ല, നമ്മളത് ഓരോന്നുമാണ് ഇനി പറയാൻ പോകുന്നത്. ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഉള്ളൂ. യെസ് പ്ലീസ്. All the above tendencies functions upon behavior like a single force. Each of the various tendencies look to complement absolutely the effect of certain others. And we can identify exact aspects of culture which derive primarily from certain tendencies acting in concert. These clusters of tendencies also appear to compound their effect in particular sequence, building up in 2 phases the process of cultural transformation. ബാക്കി വായിക്കണോ മാം? Exploration and order. Montessori regarded exploration as elemental behavior in early man. Early men had to explore for their primary needs, food and shelter. Children begin to explore the environment from the first moment after birth. If they occur helplessly, motionless, infants are exploring in their cribs. It is an invisible exploration of hearing, looking, etc. The child's goal of exploration is twofold: to finish his own body through the improvement of the brain, to get accosted to the group in which he is born. As the first humans explored further from their point of origin, they had to have some means of returning to move about. He must have the tendency to put ourselves in relation to our environment. Human tendency to explore puts him in contact with his environment. It initials seeking exotic stimuli and searching for new and unknown perspectives. Order helps human beings to orient us to the world. The aspect of culture most evidently associated with these tendencies is natural history. Practitioners of natural history explore the world around. The moment the child receives an impression, he needs to make a mental order of his environment. This personal classification of impression is limited if it does it bit coincide with the relationship that a culture accepts. To help children understand the stimuli to receive in the environment, Montessori devised sensorial material, sensorial assistance. The child is establishing in comparative relationship in size, weight, length, volume, etc. Enhancement of the child's natural tendencies and direction in the Montessori environment enables them to feel great confidence here. Adiya ma'am. Thank you ma'am. So exploration and order. ഓൾറെഡി എക്സ്പ്ലോറേഷനെ കുറിച്ചൊന്ന് പറഞ്ഞു. അത് ഹ്യൂമൻ ടെൻഡൻസി പഴയ കാലം തുടങ്ങിയിട്ട് ആളുകളിലുള്ളതാണ്. ആ ഒരു എക്സ്പ്ലോറേഷൻ ആണ് ശരിക്കും ഇന്നത്തെ ലോകത്ത് AI എന്നുള്ള എറയിൽ എത്തി നിൽക്കുന്നത് അല്ലെ. എന്തോരം ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ടായിരുന്നു. ആദിമ ശിലായുഗം, അങ്ങനെ മെറ്റൽ ഏജ്, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം AI എത്തി നിൽക്കുവാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എറയിൽ എത്തി നിൽക്കുവാണ്. അത്രയും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ കാരണം
ഹ്യൂമന്റെ ആ ഒരു ടെൻഡൻസി, എക്സ്പ്ലോറേഷൻ എന്നുള്ള ഒരു ടെൻഡൻസിയാണ്. എന്നുവെച്ചാൽ ആദ്യകാലത്തെ ആളുകൾക്ക് പ്രൈമറി നീഡ്സ് വേണമായിരുന്നു, ബേസിക് നീഡ്സ് അല്ലെ, ഫുഡ് ആൻഡ് ഷെൽട്ടർ, പിന്നെ ക്ലോത്ത്സ്. പിന്നെ കുട്ടികൾക്കും ആ ഒരു ഫസ്റ്റ് മൊമെന്റിൽ അവർക്ക് ആഫ്റ്റർ ബർത്ത് അവരും ഇതുപോലെ തന്നെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. എവിടെയെങ്കിലും കിടത്തി കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല അല്ലെ, നടക്കണതിന് മുമ്പ് അവരിങ്ങനെ ഉരുണ്ട് എഴഞ്ഞ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകും. ഈവൻ ആ ചെറുത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഡെവലപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ, ആ സമയത്ത് അവരവരുടെ തൊട്ടിലോ അവരോ കിടക്കണത് എവിടെയാന്ന് വെച്ചാൽ അവിടെ കിടന്ന് എക്സ്പ്ലോർ ചെയ്യും ആ ഒരു രീതിയിലാണ്. പിന്നെ ആ ഒരു എക്സ്പ്ലോറേഷൻ അവരുടെ പല ആക്ഷൻസിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, ചില കാര്യങ്ങളിലേക്ക് നോക്കുന്നത്, ഇതെല്ലാം ബ്രെയിനിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഒരു കുട്ടിയുടെ ആ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിനിന്റെ ഇംപ്രൂവ്മെന്റ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവൻ ജനിച്ച ആ ഒരു ഗ്രൂപ്പുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നതും ആ ഒരു രണ്ട് ഗോളാണ്. ഗോൾ ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് 2-fold ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റും മറ്റേത് ആ ഒരു ഗ്രൂപ്പുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നു, അഡ്ജസ്റ്റഡ് ആകുന്നു, ആ ഒരു ഫാമിലി എന്നുള്ള ഒരു യൂണിറ്റുമായിട്ട്. എന്ത് പറ്റി പറഞ്ഞിട്ട് പോവാമോ? അത് പിന്നെ ഞാൻ മന്ത്ലി ചെക്കപ്പ് ഉണ്ട്, എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇന്നാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. ആ ഓക്കെ, ശരിയാണ്. ടേക്ക് കെയർ. ആ ഒരു ഫസ്റ്റ് ഹ്യൂമൻ എക്സ്പ്ലോർ ചെയ്തു, അങ്ങനെ ഡെവലപ്പായി, അങ്ങനെ വന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കും ഇതുപോലെ തന്നെ പല രീതിയിലും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പല രീതിയിലും ടെൻഡൻസി ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെ ജോലി സംബന്ധമായ പ്രഷർ കാരണം റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സ്പ്ലോറേഷൻ ആയിരിക്കും അവരുടെ ലൈഫിന്റെ. അതൊരു ടെൻഡൻസി തന്നെയാണ് മനസ്സിൽ. പറ്റുന്ന പോലെ ആളുകൾ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓർഡർ, നമുക്ക് ആ ഒരു വേൾഡുമായിട്ടുള്ള കണക്ഷൻ അതിനെ ഹെൽപ്പ് ചെയ്യും ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ആ ഒരു രാത്രിയാകുമ്പോൾ റെസ്റ്റ് ചെയ്യണം, അവരുടെ ഷെൽട്ടറിലേക്ക് മടങ്ങണം. പകൽ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും, ഓരോരോ കാര്യങ്ങൾ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ നടക്കും. അപ്പൊ ഈ ഓർഡർ എന്ന് പറയുന്നത്, അപ്പൊ ഒരു ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി, ആ ഓർഡർ മനസ്സിലായി, ഭക്ഷണം കഴിക്കുന്ന ഓർഡർ അങ്ങനെ ഉണ്ടാവും. പിന്നെ അതിപ്പോ വന്നപ്പോഴേക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വന്നപ്പോ നമുക്കറിയാം നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീൻ ഓരോരുത്തരും നല്ലപോലെ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ചില മാറ്റങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ ആ ഓർഡർ അതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ റൊട്ടീൻസ് ആ ഒരു നമ്മുടെ ദിനചര്യ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യും. അതെല്ലാം ഈ ടെൻഡൻസീസുമായിട്ട് അസോസിയേറ്റഡ് ആണ്, പണ്ട് കാലവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ആ ഒരു ടെൻഡൻസി മനുഷ്യരുടെ ആ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ വേൾഡ് അറൗണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇംപ്രഷൻ കിട്ടുമ്പോൾ, ചുറ്റുപാടിൽ നിന്നും ഒരു ഇംപ്രഷൻ കിട്ടുമ്പോൾ അവൻ ആ എൻവയോൺമെന്റുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യും. അവൻ ആ വീട്ടിലെ കാര്യങ്ങളുടെ ആ ഓർഡർ കറക്റ്റ് അറിയാം. അവന് രാവിലെ എണീക്കും, കുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തൊക്കെ ചെയ്യിക്കും, പിന്നെ വീട്ടിലെ മറ്റു മെമ്പേഴ്സ് അവരെന്തെല്ലാം കാര്യങ്ങൾക്ക് പോകും. അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടാവും, ചേട്ടനോ ചേച്ചി ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നുണ്ടാവും, ഇത്ര സമയമാകുമ്പോൾ അവർ തിരിച്ചു വരും. ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഹോൺ കേട്ടാൽ അത് ആരാ എന്താന്നൊക്കെ, മീൻകാരൻ അങ്ങനെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ കേൾക്കുമ്പോൾ അവർക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. സ്കൂള് വിട്ട് വരുന്ന സമയം അങ്ങനെ ഉറങ്ങാതെ ഇരിക്കും ചില കുട്ടികൾ, അങ്ങനെ ആ ഒരു ടൈമൊക്കെ അവർക്ക് മനസ്സിലാവും. അവരുടെ ഉള്ളിൽ ആ ഒരു മെന്റൽ ഓർഡർ വരുവാണ്. ഇതെല്ലാം ഇവര് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ്. പിന്നെ വീടുകളിലെ പല ശീലങ്ങളും ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതെല്ലാം അവരുടെ ലൈഫിൽ ഓർഡർ ആണ്, സിസ്റ്റമാറ്റിക് ഓർഡർ. അപ്പൊ ആ രീതിയിൽ നമുക്കറിയാം ചില കുട്ടികളെ നമ്മൾ സ്കൂളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരുടെ വീട്ടിലെ സാഹചര്യ കുട്ടികളുടെ രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ കുട്ടി എങ്ങനെയാണ് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഇരിക്കും. അങ്ങനെ ഫുഡ് കൾച്ചർ എല്ലാം അങ്ങനെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഇത് കുട്ടിയെ ട്രിഗർ ചെയ്യുന്ന പല ഫാക്ടേഴ്സും എൻവയോൺമെന്റിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി പല രീതിയിലുള്ള സെൻസോറിയൽ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടി പലതും മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സൈസും ഷേപ്പും ലെങ്ത്തും വോളിയവും എല്ലാം. ഒരു മെറ്റീരിയൽ കുട്ടി നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ, അതായത് കുട്ടി എക്സ്പ്ലോർ ചെയ്യുകയാണല്ലേ, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഡയമെൻഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുകയാണ്. പിങ്ക് ടവർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുട്ടിക്ക് അറിയാം ഓരോ ക്യൂബിന്റെയും വെയിറ്റ്, അത് വുഡൻ സോളിഡ്സ് ആണ്, വെയിറ്റ് ഡിഫറൻസ്
സൈസിലെ ഡിഫറൻസ്, അതെല്ലാം അറിയാം. ഇത് സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളത്, കറക്റ്റ് ഇതിൽ സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഓർഡറാണ്. അപ്പൊ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കുട്ടി ഓർഡറിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. വലുതിൽ നിന്നും ചെറുതിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്നു, ഒരു ഓർഡർ കുട്ടിക്ക് കറക്റ്റ് ആവും. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തു. ഈ 2 ടെൻഡൻസീസ് ആണ് അവിടെ വന്നത്. ഫസ്റ്റ് കുട്ടി എക്സ്പ്ലോർ ചെയ്തു, അതൊരു ഓർഡറിലാക്കി. ക്ലിയർ ആയോ? അങ്ങനെ വച്ചിട്ടാണ് ഈ ടെൻഡൻസീസും ഇപ്പൊ എത്രത്തോളം റിസർച്ച് ചെയ്തു നോക്കൂ. മോണ്ടിസോറിയുടെ ഡോക്ടർ മോണ്ടിസോറി എത്ര റിസർച്ച് ചെയ്തു ഇതെല്ലാം മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു എൻവിയോൺമെന്റ് തന്നെയാണ് മോണ്ടിസോറി എൻവിയോൺമെന്റ്. ഈ പറഞ്ഞ 2 ടെൻഡൻസി കുട്ടിക്ക് അവിടെ ഡെവലപ്പ് ആകുന്നത്, എക്സ്പ്ലോറേഷനും ഓർഡറും. നെക്സ്റ്റ് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാരാ ഒന്ന് റീഡ് ചെയ്യാം? ചെറിയൊരു പാരഗ്രാഫ് പ്ലീസ്. Gregariousness and communication, the aspect of culture which is supported by togetherness and communication is language consisting of speech, messages, records and literature. Our tendency to be gregarious leads us to share with others our experiences of the environment, and this in turn is acting in concert with our tendency to communicate. That helps to bind people through shared experiences. Shared disclosure through exploration binds people spiritually and emotionally, and thus leads to the formation of language. Thank you. ഓക്കെ, ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പണ്ട് കാലത്ത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്? പ്രാവിന്റെ കാലിൽ ഒരു പേപ്പർ എഴുതി. അതിനു മുമ്പ് പേപ്പറൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളില് പോസ്റ്റ് അല്ലേ മാം? ഷെൽട്ടർ. അവരുടെ ഞാൻ അതിലും വലിയ ആട്ടോ ആദിമ മനുഷ്യന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ശിലായുഗത്തിലുള്ള മനുഷ്യന്റെ കാര്യം ചോദിച്ചത്. ഒരു ടൂൾ വെച്ചിട്ട് എഴുതി, അങ്ങനെയാണോ? ചുമരുമലൊക്കെ ടൂള് വെച്ചിട്ട് എഴുതാൻ കുത്തി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു, എല്ലാരും തന്നെ പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഷെൽട്ടർ. അതെ അതെ. ഇപ്പം ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇതൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ എക്സ്കവേറ്റ് ഒക്കെ ചെല്ലുമ്പോ ഇതുപോലുള്ള പല ഗുഹകളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണും. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഭിത്തിയിലൊക്കെ ഇവരിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ അത് യുദ്ധങ്ങൾ ആയിരിക്കും വരച്ചു വെച്ചിരിക്കുന്നത്, അനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ അവർ ഫിഷിനെ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് അതിനെയൊക്കെ കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് അന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പിന്നെ അതിന്റെ ഒരു കാലപ്പഴക്കൊക്കെ നോക്കിയിട്ട് അവർ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു ഇന്നത്തെ മനുഷ്യർ എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ആ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നത്. പിക്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കണ്ടത്, അവർ ചുറ്റും അവർ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഷെൽട്ടർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഈ ഗുഹകളിലേക്കായിരിക്കും വരുന്നത്. പകലിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോൾ ഇവർ കണ്ട പല കാഴ്ചകളുമാണ് അവരവിടെ എഴുതി വെക്കുന്നത്. മഴ പെയ്യുന്നത്, ഇടിമിന്നല് ഒക്കെ, അങ്ങനെയൊക്കെ അവരവരുടേതായ രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്നത്തെ ആളുകൾ ഇങ്ങനെയായിരുന്നു കാണും. അങ്ങനെ അതിനുള്ള ചില ഒരു ഇംപ്രഷൻസും ചില അടയാളങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇതാണ് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന രീതി ഇതായിരുന്നു എന്നൊക്കെ. അല്ലാണ്ട് അവരെ കണ്ടതോ അങ്ങനെയൊന്നും ആയിട്ട് മാറുമൊന്നുമില്ലല്ലോ, കാരണം ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത സമയമാണ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഓലയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. പിന്നെ ശിലാഫലകങ്ങളുണ്ട്, കല്ലിൽ കൊത്തിവെച്ചു, അങ്ങനെ പല ലാംഗ്വേജിലും കൊത്തിവെച്ചു. അങ്ങനെയൊക്കെ ആയി. അപ്പൊ അതൊക്കെ റെക്കോർഡ്സ് ആയി. അപ്പൊ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ട് തുടങ്ങി നമുക്ക് അന്ന് അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ശരിക്കും ഡെവലപ്മെന്റിനെ പറ്റി ആലോചിച്ച് നോക്കിയപ്പോ ഭയങ്കര ക്യൂരിയസ് ആവും നമ്മൾ, അല്ലെ? എങ്ങനെയായിരുന്നു അന്ന്? ഇന്നത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എറയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്തുണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത് ആ ഒരു ഗ്യാതറിങ്ങിനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ആളുകളുമായിട്ട്. അന്നും ആളുകൾ കൂട്ടമായിട്ടായിരുന്നു നടന്നിരുന്നത്. കാരണം അന്ന് അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായിരുന്നു. ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഇവർ ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതൊരു കൾച്ചർ ഫോം ചെയ്തു. പിന്നെ ഈ ഗ്രൂപ്പുകൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഈ റിവർ ബാങ്കിന്റെ സൈഡിലേക്ക് പോയി പലതരത്തിലുള്ള സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട്
ഹാരപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറെയൊക്കെ ഹിസ്റ്ററിയിൽ ഒന്ന് പഠിച്ചിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ റിവർ ബാങ്കിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്ലോത്ത്സ് കണ്ടുപിടിച്ചു. അപ്പൊ ഒരു കൊമേഴ്സ്യൽ സൈഡിലുള്ള അപ്പൊ കുറെ ഗ്രൂപ്പുകാര് ആ ഒരു അവരുടെ ട്രേഡിങ് അവർ ആ ഒരു കൊമേഴ്സ് ബിസിനസ് എന്നുള്ള രീതിയിൽ തുണി വിൽക്കുന്ന ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ക്യാഷ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ കുറെ പേര് ഫിഷിങ്ങിലേക്ക് പോയി. അങ്ങനെയാണ് ഓരോരോ കൾച്ചറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായത്. അപ്പൊ ഗ്രിഗേറിയസ്നെസ് അന്ന് തുടങ്ങിയുള്ള ഒരു ടെൻഡൻസി തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പൊ നമ്മളൊരു എവിടെയെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെയൊക്കെ പല പല ഗ്രൂപ്പ് ആക്കി വിചാരിച്ചു. പല ഗ്രൂപ്പ് ആക്കുമ്പോൾ എന്താ നമ്മൾ ആ ഗ്രൂപ്പുകൾ തമ്മിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. പിന്നെ ഒരു കോമൺ ഷെയറിങ് നടക്കും. അപ്പൊ അതൊരു ഗെറ്റ് ടുഗദർ ആകാം, ഫാമിലി ഗെറ്റ് ടുഗദർ ആകാം, അല്ലാതെ സ്കൂളിലെ ഗെറ്റ് ടുഗദർ ആകാം. അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന മറ്റൊരു ടെൻഡൻസി, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ടെൻഡൻസിയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ തന്നെ അത് പ്രോപ്പർ ആവുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഈ ആളുകൾ തമ്മിൽ ഗ്രൂപ്പായി നടന്ന് ഇവര് തമ്മിൽ പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. പറഞ്ഞത് ആദ്യകാലത്താട്ടോ. അവിടെയാണ് ലാംഗ്വേജ് ഫോം ചെയ്തത്. ഭാഷ രൂപപ്പെടാൻ തുടങ്ങിയത് ഈ രണ്ട് ടെൻഡൻസീസിലൂടെയാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരോട് സംസാരിക്കുന്നില്ല. അതേസമയം ഒരു കൂട്ടമായി നടക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു മീഡിയം അവിടെ വന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ചില ശബ്ദങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ശബ്ദങ്ങളും ആംഗ്യങ്ങളും ജസ്റ്റേഴ്സും സിഗ്നൽസും സിംബൽസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ലാംഗ്വേജിന്റെ ഫോർമേഷനിലേക്ക് വന്നത്. ഈ ഒരു ടെൻഡൻസിയുടെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇന്റലിജൻസ് ആണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഭാഷ കൊണ്ട് അമ്മാനമാടാനുള്ള കഴിവ്. നമ്മളൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഗ്രൂപ്പിനെ നല്ലപോലെ എൻഗേജ് ചെയ്യിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല അവരോട് സംസാരിക്കാനായിട്ട്. അപ്പൊ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടും, കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ലെവൽ കൂടും. അപ്പൊ അത് വരുന്ന ഒരു ഇന്റലിജൻസ് ആണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ആ ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായ ബുദ്ധി വികാസം എന്നൊക്കെ പറയണ പോലെ. നെക്സ്റ്റ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. ആരെങ്കിലും വായിച്ചോളൂ കേട്ടോ. മാം, ഞാൻ വായിക്കാം. പ്ലീസ്. The tendency to abstraction helps us to understand our experiences of the environment and establish relationships between our experiences. Our tendency to be curious provides a creative desire to know the how and the why of things and events. To meet their survival, early man must be able to imagine and make abstractions. Early man observed the horns of an animal and the image of sharp instruments of their own defense, or they saw the bird's nest and imagined the build-up of a shelter, saw the animal for and imagined how to use it to keep warm. Together, abstraction and curiosity are the basis of that aspect of culture called pure science. This understanding of the environment completes the first in culture adaptation. As an early man understands the environment, he makes modifications to the environment for some prompt human benefits. The second phase in cultural adaptation involves changes made to the environment in accordance with our understanding for durability and continuity. Thank you, ma'am. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മാം. 11:30 അശ്വതി മാമിന്റെ വൈവി ഉണ്ടായിരുന്നു. ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഇപ്പൊ മെസ്സേജ് അയച്ചാണ്, കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ആണോ? ലിങ്ക് കറക്റ്റ് അല്ലേ കിട്ടിയത് ജാസ്മിന്? അതെ, ലിങ്ക് അശ്വതി മാമിന്റെ ലിങ്കിലെ കയറിയെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് മാമിനെ ഒന്ന് വിളിച്ചോട്ടെ. ഓക്കെ മാം.
കുട്ടിയോട് ഇപ്പൊ ഒന്ന് ജോയിൻ ആവാൻ പറയൂ അസീന. മാം അത് എന്നെ ലിങ്കിൽ പറ്റില്ലെന്നാണ് പറയുന്നത്. പുറത്തായിരിക്കണം, അതുകൊണ്ടായിരിക്കും. കോള് പറ്റില്ല എന്നതാണ്. പിന്നെ എങ്ങനെയാ അത് ജോയിൻ ആവാൻ ഉദ്ദേശിക്കണേ? ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ജാസ്മിന്റെ എനിക്കൊരു മെസ്സേജ് അയക്കാൻ പറയൂ. കാരണം ഞാൻ നമ്പർ അശ്വതി മാമിന് കൊടുക്കാം, മാം കോണ്ടാക്ട് ചെയ്തു. ഓക്കെ മാം, ഞാൻ നമ്പർ തരാം. പിന്നെ തരാൻ പറയണേ. പറയാം. അത് കേരളത്തിൽ തന്നെയല്ലേ, പുറത്തെവിടെയെങ്കിലാണോ? അതറിയില്ല, പുറത്താണോന്ന് അറിയത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതാണ് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കണ്ടപ്പോ ഞാൻ റിപ്ലൈ കൊടുത്തതാ. പറ്റില്ല എന്നാണോ പറ്റുന്നില്ല എന്നാണോ? ടെൻഡൻസി കമ്മ്യൂണിക്കേഷൻ എന്നെ കൺഫ്യൂസ് ചെയ്യും. ആ കുട്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ഇന്നലെ പറഞ്ഞിട്ട് പറ്റാണ്ട് ഇന്ന് കയറിയതാണ്. ഇന്ന് കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കയറിയത്. ആ കുട്ടി പുറത്താന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫ്ലാറ്റിലായതുകൊണ്ട് മോള് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിനെ എത്തിയിട്ട് ഇന്ന് ചെയ്യാന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ടൈം കൊടുത്തിരിക്കണേ. ജാസ്മിനാണ് കോണ്ടാക്ട് ചെയ്തത്. ജാസ്മിൻ അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തായിരുന്നു? ജാസ്മിനോട് എനിക്കൊരു ഹായ് അയക്കാൻ എന്തായാലും പറയൂ. എന്നിട്ട് ജാസ്മിന്റെ പ്രശ്നം ഒന്ന് വോയിസ് ഇടാൻ പറഞ്ഞേക്കെ. ഞാൻ അശ്വതിയെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് അശ്വതി കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് സീന എനിക്ക് അപ്ഡേറ്റ് ചെയ്തോളൂ. നമുക്ക് ജസ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ മാം. അബ്സ്ട്രാക്ഷൻ, നമ്മുടെ ചുറ്റുമുള്ളത് അറിയാനുള്ള ഒരു ടെൻഡൻസി അല്ലെ? നമ്മള് നിങ്ങൾക്ക് ഏറുമാടം കണ്ടിട്ടില്ലേ? ട്രീ ഹൗസ്. മരങ്ങളിലും കൂടുതലും കാട്ടിലാണ് കാണുന്നത് അല്ലെ? പണ്ടത്തെ ആൾക്കാരുടെ അവര് കണ്ടുപിടിച്ചതാണ്. കാരണം അവരെന്തുകൊണ്ടായിരിക്കാം നിലത്ത് ഉള്ള ഷെൽട്ടറിനേക്കാൾ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഗുഹകളെക്കാളൊക്കെ അവർ കൂടുതലും മരങ്ങളിലുള്ള ഷെൽട്ടർ ആകാൻ അവർ ഉള്ള ടെൻഡൻസി എന്തായിരിക്കും? പലതുണ്ടാവും. എന്തായിരിക്കും? അവര് കണ്ടിരിക്കുന്ന ഷെൽട്ടർ, ഒന്നാമത്തെ കാര്യം ബേർഡ്സിന്റെ നെസ്റ്റ് ആയിരിക്കും. അത് മരത്തിലാണല്ലോ. രണ്ടാമത്തെ കാര്യം, താഴെ രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോ മറ്റു മൃഗങ്ങള്, കാടാണല്ലോ, കാട്ടിലാണല്ലോ ജീവിക്കുന്നത്, മറ്റു മൃഗങ്ങൾ വന്ന് ഇവരെ ആക്രമിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വരാം. പക്ഷെ ഇങ്ങനെ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ആളുകൾ ഉറങ്ങുമ്പോ മറ്റേ ഗ്രൂപ്പുകാര് എണീറ്റിരിക്കും. എന്നിട്ട് ഇവര് എണീറ്റിരുന്നവർ ഉറങ്ങും. അങ്ങനെ അങ്ങനെ കാവല് നിന്നിട്ടായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് ഷെൽട്ടർ ഉണ്ടാകുന്നതിന് മുമ്പ്. ഒരു ബേർഡ്സിന്റെ നെസ്റ്റ് കാണാൻ തുടങ്ങിയത്. അപ്പൊ അവരുടെ ഉള്ളിൽ അത് സേഫ് ആയിട്ട് മരത്തിന്റെ മുകളിലാണല്ലോ. അവരുടെ അബ്സ്ട്രാക്ഷൻ, ആ ഒരു തിങ്കിങ് വന്നു. നമ്മൾക്കും മരത്തിന്റെ മുകളിൽ വീട് എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കാം ട്രീ ഹൗസിന്റെ ഒരു ഉത്ഭവം എന്ന് പറയണത്. അങ്ങനെ അവർ ഭയങ്കര ക്യൂരിയസ് ആകും. ഓരോന്നുണ്ടാക്കാനും ഷെൽട്ടർ ഉണ്ടാക്കാനും ക്യൂരിയസ് ആകും. ഇമാജിനേഷൻ, ക്യൂരിയോസിറ്റി, അബ്സ്ട്രാക്ഷൻ എല്ലാം കൂടെ ചേരുന്നു. അപ്പൊ അതൊരു ശരിക്കും ഒരു ഷെൽട്ടറിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിലേക്ക് പോയി. പിന്നെ ആദ്യമൊന്നും ഇവർക്ക് കൂർത്ത ആയുധങ്ങൾ വേണം എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവര് കൈ കിട്ടുന്ന മരത്തിന്റെ കഷ്ണം വെച്ചിട്ടായിരിക്കും ഈ ഹണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഷാർപ്പായിട്ടുള്ള ഒരു മുറിവ്, അതായത് ശരിക്കും ചെന്ന് കൊള്ളുന്നില്ല, അങ്ങനെയൊക്കെ വന്നു. ഇത് തേഞ്ഞ് ചിലപ്പോൾ കൂർത്തത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒടിഞ്ഞു പോയ കൂർത്ത് ആയിട്ടുണ്ടാകാം. അപ്പൊ കുറച്ചുകൂടെ ഷാർപ്പായി മുറിയണത് അവര് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് അവരപ്പോ പിന്നീടുള്ള അവരുടെ ആയുധങ്ങളെല്ലാം അവർ ഷാർപ്പൻ ചെയ്യാതെ തുടങ്ങി. ബ്ലെൻഡ് ആയിട്ടുള്ളതൊക്കെ ഷാർപ്പൻ ആക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാകുമ്പോ അതിന്റെ ഉപയോഗം അവർക്ക് കുറെ കൂടി ഈസി ആയി. കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് ഈ മണ്ണിന് അടിയിൽ കിടക്കുന്ന കിഴങ്ങുകൾ കുത്തിയെടുക്കാൻ പറ്റുന്നു. അനിമൽസിനെ അട്രാക്ട് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അവര് ചെറുത്ത് നിൽക്കാൻ പറ്റാതെ അവര് പെട്ടെന്ന് തന്നെ അവരുടെ ഡെത്ത് ആകുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോഴേക്ക് ഇവർക്ക് ഷാർപ്പായിട്ടുള്ള ആയുധങ്ങൾ അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പിന്നെ അപ്പോൾ ഷാർപ്പായി കഴിഞ്ഞപ്പോഴേക്കും മണ്ണുകൾ കുഴിക്കാൻ തുടങ്ങി.
മണ്ണുകൾ കുഴിച്ചപ്പോൾ അവർക്ക് അതിന്റെ അടിയിൽ നിന്നും ലോഹം മെറ്റൽ കിട്ടാൻ തുടങ്ങി. അപ്പൊ വുഡിനേക്കാളും മെറ്റൽ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവർ മനസ്സിലാക്കി. വുഡ് പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകുമല്ലോ, അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മെറ്റൽ വളരെ സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ അവർ മെറ്റൽ യൂസ് ചെയ്തിട്ട് ടൂൾസും വെപ്പൺസും എല്ലാം അവരുണ്ടാക്കുന്നത്. അങ്ങനെ ആയിരിക്കാം ഈ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വന്നത്. നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പഠിച്ചത്. അപ്പൊ അവരുടെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് അവരെ ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അവർ കൂടുതൽ കൂടുതൽ ക്യൂരിയസ് ആയി പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും അത് മനസ്സിലാക്കാനുമായിട്ട് അവർ തുടങ്ങി. അപ്പൊ അതാണ്. അപ്പൊ ആ ഒരു കൾച്ചറൽ ചേഞ്ചസും അതിന്റെ ഒരു അഡാപ്റ്റേഷനും ഒരു സാഹചര്യങ്ങളുമായും അവർക്ക് കിട്ടുന്ന സാധനങ്ങളുമായിട്ടൊക്കെ ഒരു പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങി. അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റിയും ഒരുമിച്ച് നിന്ന് ഒരു കൾച്ചർ, അതായത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. പ്യുവർ സയൻസ്, ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പൊ കുട്ടികളിലും ഇതുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ആദ്യം കൊടുക്കുന്നത്. ഈ കോൺക്രീറ്റ് ഐഡിയാസ് അവർ പ്രാക്ടീസ് ചെയ്താണ് അവരുടെ തിങ്കിങ് പിന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ ഇല്ലാത്തതും അവർ മനസ്സിലാക്കി അവർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനീഷ്യലി കുട്ടികളെ ഡെവലപ്പ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പറഞ്ഞു കുട്ടികളിലെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ. അപ്പൊ അവിടെ അവർ സെൽഫ് കൺട്രോൾ, അവര് മറ്റുള്ളവരൊന്നും ഉപദ്രവിക്കാതെ ഇങ്ങനെ ഇരുന്ന് വളരെ പേഷ്യൻസോട് കൂടി ചെയ്യുവാണ്. പലതവണ അവർ റിപ്പീറ്റ് ചെയ്യും അത് പെർഫെക്റ്റ് ആക്കാനായിട്ട്. മിസ്റ്റേക്ക് വരുമ്പോൾ അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴും റിപ്പീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ പല രീതിയിലുള്ള കാൽക്കുലേഷൻസും അവരുടെ മനസ്സിലുണ്ടായിരിക്കും. പിങ്ക് ടവറിന്റെ മാറ്റി, ഇപ്പൊ നമ്മൾ പിങ്ക് ടവർ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നത് നമ്മളൊന്ന് മാറ്റി തെറ്റായ രീതിയിൽ ശരിക്കുള്ള സ്റ്റാക്ക് ചെയ്യുന്നല്ലാതെ നമ്മളൊന്ന് വെച്ചിട്ട് കുട്ടീനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി നോക്കും. അവന്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. അവൻ കണ്ട ഒരു ഇമേജ്, കറക്റ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്ത കണ്ടൊരു ഇമേജ് മനസ്സിൽ ഓൾറെഡി ഉണ്ടാവും. ആ കാൽക്കുലേഷനോട് കൂടി അവനത് വീണ്ടും ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് അതൊക്കെ പെർഫെക്റ്റ് ആയി. ഓക്കെ, ഈ ഇത് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. Calculation, repetition, concentration, self-control, and work. In order to survive, man had to have means for carrying out this solution. This is achieved by linking intelligence and the capacity for manipulation by the hand. Human intelligence and imagination could create an image in the mind. The hand could bring imaginative through into relation with the concrete world. Hence, the early man could see that the chair with the two legs could not stand. Through continuing manipulation and changing of this object, they could report to the intelligence when it was in error. The process of thinking could then become clear through a circular procedure from the mind to the hand to control what the mind had created and back to the mind. This feedback, this using thinking to repeat manipulation and control of error make possible the human search for accuracy and perfection. The tendency to work is in itself just a drive to apply personal effort. But our work is made competent by means of three assistance tendencies: repetition, which provides the necessary feedback to achieve extenses, concentration, which help us focus on one step at a time on our work, and self-control, which also allow us to direct our effort towards an exact goal. Again, the primary object of our calculation and work is the assurance of our survival and continuity. The byproduct of these two tendencies are a collection of artifact and tool generally termed technology. Technology is often the most obvious aspect that helps culture sense. It is
initial physical product of cultural adaptation. കുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. So calculation, repetition, concentration, self-control and work. ഈ ടെൻഡൻസീസ് എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളൊരു വർക്ക്, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ ആകുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആ ഒരു കഴിവുള്ളവന് നിലനിൽക്കാം. ആദിമകാലത്ത് പ്രൊട്ടക്ഷനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അനിമൽസ് കൂടുതലായിരുന്നു അല്ലെ, കാടായിരുന്നു, എല്ലായിടവും കാടായിരുന്നു. സർവൈവ് ചെയ്യുക, ഈ അനിമൽസിന് എതിരായിട്ട് സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുള്ള പാടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവര് സൊല്യൂഷനായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം അവരുടെ ഇന്റലിജൻസുമായിട്ടും അവരുടെ കപ്പാസിറ്റിയുമായിട്ടും കണക്റ്റഡ് ആണ്. നമ്മൾ കുറെ മിത്സ്, കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവും. കാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ രീതികളും അങ്ങനെ ഇങ്ങനെ. അവർക്ക് ആ കാടിന്റെ രീതി അറിയാം, മൃഗങ്ങളുടെ രീതി അറിയാം, ശബ്ദം കേട്ടാൽ അറിയാം. പിന്നെ അവര് മൃഗങ്ങളെ മെരിക്കാൻ തുടങ്ങിയില്ലേ, അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും ഒരു കപ്പാസിറ്റി മനുഷ്യനിലേക്ക് വരുവാണ്. അപ്പൊ അത് അവരുടെ ഇന്റലിജൻസ് കൊണ്ട് തന്നെയാണ് അവർക്കത് കഴിയുന്നത്. അല്ലാതെ കാര്യം പറഞ്ഞോട്ടെ, ഫമിത എന്ന് പറയുന്ന ഒരു കുട്ടി 11:45 വൈവ. ആതിര മിസ്സിന്റെ ആണ്. ആതിര മിസ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓഫീസിൽ കോൺടാക്ട് ചെയ്തപ്പോ ആതിര മിസ്സിനെ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ആതിര മിസ്സിന്റെ നമ്പർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചിട്ട് വരാം. ആതിര കുട്ടിക്ക് ജോയിൻ ആവാൻ പറ്റിയല്ലോ. മിസ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നോക്കട്ടെ മിസ്സേ. കയറിയിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം. ഹസീന, മറ്റേ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയോ? അതിന്റെ വല്ല മെസ്സേജ് ഉണ്ടോ? ഇല്ല മാം, ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു മെസ്സേജും ഇല്ല. കേറിന്ന് തോന്നുന്നു. മിസ്സിനും അയച്ചിരുന്നു, മാമിനും അല്ല ആ കുട്ടിക്കും അയച്ചിരുന്നു. രണ്ടുപേർക്ക് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു. അശ്വതി മാമിനാണ് അയച്ചത്. അശ്വതി മാമിനും അയച്ചു, ആ കുട്ടിക്കും അയച്ചു. ഓക്കെ മാം. ഓക്കെ, നമ്മൾ പറഞ്ഞതാ. യെസ്, ആ ഒരു മസിൽ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ ഇന്റലിജൻസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ജനിക്കുമ്പോൾ അവർ ഇൻകേപ്പബിൾ ആണ്, പക്ഷെ അവര് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഇന്റലിജൻസ് ആണ് കൂടുതലും. അതുകൊണ്ടാണ് ഈ പറയുന്ന അവരെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള മൃഗങ്ങളെ അവർക്ക് മെരുക്കിയെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ആ അനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ് അവർ പിന്നെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അവര് യാത്രകൾ ചെയ്യുന്നതും അല്ലെ, ആദ്യം ഫാമിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് ആ ഒരു പാടമൊക്കെ ഉഴുതുമറിക്കാനും ഒക്കെ അനിമൽസിനെയാണ്. ഇന്റലിജൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഇന്റലിജൻസിൽ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വ്യക്തമായ കാൽക്കുലേഷൻസ് ഉണ്ടാകും. കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരത് റിപ്പീറ്റ് ചെയ്യും. അത് നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ചില കുട്ടികൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് തൃപ്തിയാകില്ല. അത്രയും സമയം അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും.
ആ രീതിയിൽ അവരിങ്ങനെ ചെയ്യും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് മടുക്കുന്നില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് അവരുടെ ആ ഒരു ടെൻഡൻസിയാണ്, ആ ഒരു ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്, ഇമാജിനേഷനും എല്ലാം. ഒരു മനസ്സിൽ അവർക്കൊരു ഇമേജ് ഉണ്ടാകും, ആ ഒരു കാൽക്കുലേഷൻ. ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ ഇല്ലേ, ആർക്കിടെക്ട്, സ്കൾപ്ചേഴ്സ്, അവർക്കൊക്കെ അതാണ്, അവർക്കൊരു കാൽക്കുലേഷൻ ആണ്. നമുക്കൊരു വീട് പണിയണം, വീട് വാങ്ങാൻ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അവർക്ക് ഇവരെ കാണിക്കുമ്പോഴേക്കും അവർക്കൊരു ഭയങ്കര ഒരു ഐഡിയ, അവർക്ക് ആ ഒരു കാൽക്കുലേഷൻ കിട്ടും. ആ ഒരു മസ്കുലർ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ഇമാജിനേഷൻ. അപ്പൊ ഇമാജിൻ ചെയ്തവർ അതിനെ വരയ്ക്കും, ആദ്യം വരച്ചിട്ട് ഈ സ്ട്രക്ചർ പോകുമ്പോഴും നമുക്ക് ചിലപ്പോ ചില ആൾക്കാർക്ക് ആ ഒരു കാൽക്കുലേഷൻ കിട്ടും, ഇത് പണിത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ചില കസ്റ്റമേഴ്സ് ഇതുപോലെ തന്നെ മാറ്റങ്ങൾ പറയും, അതുകൊണ്ട് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. അതൊക്കെ ഒരു കഴിവാണ്, ആ ഒരു കാൽക്കുലേഷൻ, മെന്റൽ ഇമേജ് മനസ്സിലാക്കി അവർക്ക് പല കാര്യങ്ങളും ക്രിയേറ്റിവിറ്റിയോട് കൂടി ചെയ്യാനായിട്ട് കഴിയുന്നത് കാൽക്കുലേഷൻ. കുട്ടികളെ ഇനീഷ്യലി ഒരു കോൺക്രീറ്റ് വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഈ ഏർലി മാൻ അതുപോലെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് 2 ലെഗിൽ ഒരു ചെയറിൽ നിൽക്കാൻ പറ്റില്ല, സോ അങ്ങനെ 4 ചെയറിൽ അതാണ് വെച്ചു. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലത്ത് സ്റ്റൂൾ ഉണ്ടായിരുന്നു കാണും, 3 കാലേ. ആ ഒരു രീതിയിലാണ് സ്റ്റൂളിന്റെ ഒരു കൺസ്ട്രക്ഷൻ. പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളതിനൊക്കെ 4 കാലാണ്, മേശയാണെങ്കിലും കസേരയാണെങ്കിലും കട്ടിലാണെങ്കിലും. അതൊക്കെ ആ ഒരു മെന്റൽ മസ്കുലർ മെമ്മറി വെച്ചിട്ട് അങ്ങനെ നിന്നാൽ അത് കൂടുതൽ കാലം ഈട് നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻ ഒക്കെ വന്നുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ച് ചെയ്തത്. അപ്പൊ അങ്ങനെ ഓരോന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ റിപ്പീറ്റേഷൻ ആണ്. കുട്ടികൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം അത് വീണ്ടും വീണ്ടും ചെയ്യുന്നു. എറർ ഇല്ലാത്ത അത് ആകുന്നത് വരെയും അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈവൻ മെഷീൻസും പിന്നീട് കമ്പ്യൂട്ടർ എറ വന്നപ്പോഴേക്കും മെഷീൻ ലാംഗ്വേജും അങ്ങനെ തന്നെയാണല്ലോ, ഒരു ലൂപ്പിലായിരിക്കും. എറർ തീരുന്നവരെയും ആ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം ഈ ഓരോ ടെൻഡൻസീസും നമ്മളുടെ ഓരോ ആക്ഷനുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ആക്യുറസിക്കും പെർഫെക്ഷന്റെയും കൂടെ പോകും. ചില ആളുകളുമായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിച്ചാലോ കാണാം. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ചില ഡ്രസ്സൊക്കെ കിട്ടുമ്പോഴേക്കും ഞാനിങ്ങനെ ദിസ് ഇസ് ഓക്കെ എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ചിലപ്പോ കൂടെയുള്ള ആരെങ്കിലും വേണ്ട ഇത് ശരിയാവില്ല, ഇതിലും നല്ലത് പെർഫെക്റ്റ് ആയിട്ടുള്ളത് വേറെ ആയിട്ട്. അങ്ങനെയൊക്കെ പെർഫെക്ഷനും ആക്യുറസിയും നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടായിരിക്കും, ആ ഒരു കാൽക്കുലേഷനോട് കൂടി നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോകും. ചെല്ലുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച പെർഫെക്ഷനും ആക്യുറസിയും ഉള്ളത് കിട്ടുന്നവരെ നമ്മൾ പലതും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റേഷൻ. അങ്ങനെയാണ് ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ എഫേർട്ടാണ്. ഈ വർക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് നമുക്ക് വർക്ക് ചുമ്മാ അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. വർക്കിന്റെ ഒപ്പം വന്ന ഈ അസിസ്റ്റന്റ് ടെൻഡൻസീസ്, ആ അസിസ്റ്റൻസ് ടെൻഡൻസീസും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അസിസ്റ്റന്റ് ടെൻഡൻസീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ, റെപ്പിറ്റേഷൻ, അങ്ങനെയുള്ളതെല്ലാം ആ ഒരു വർക്കിന്റെ എക്സാക്ട്നെസ്സിലേക്ക് കൊണ്ടുപോകുന്നു. കോൺസെൻട്രേഷൻ, അത് നമുക്കൊരു ടൈം സെറ്റപ്പ് ചെയ്യുന്നു ഒരു വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ സെൽഫ് കൺട്രോൾ, നമ്മളുടെ കറക്റ്റ് ആ ഗോളിലേക്ക് ആ വർക്കിനെ എത്തിക്കുന്നു. നമ്മൾ ക്ഷമയില്ലാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോ കറക്റ്റ് ആ ഗോളിലേക്ക് ആ വർക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. എനിക്കിവിടെ നിറയെ വാഴയുണ്ട്, അതിൽ റോബസ്റ്റ, നിങ്ങൾക്കറിയാം റോബസ്റ്റയുടെ വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഭയങ്കര നീളമായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു എന്റെ അത്രയും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ കൊലയ്ക്ക്. നല്ല വെയിറ്റുമാണ്, മഴയ്ക്ക് നല്ല വെയിറ്റ്, അനങ്ങില്ല ഈ സാധനം. ഹസ്ബൻഡ് ഇച്ചിരി പടിയൊക്കെ ഉള്ളതാണ്. രാവിലെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. അപ്പൊ ഈ ചേച്ചിക്ക് അതെങ്ങനെയെങ്കിലും വെട്ടണം, പുള്ളിക്കാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷെ എന്നോട് പറഞ്ഞു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ ഫോൺ ചെല്ലുവാണെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് നിന്ന് 2-3 പടല ഇങ്ങനെ വെട്ടിയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50 കിലോന് മുകളിലുണ്ടാവും ആ ഒരു ഒറ്റക്കൊല എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ വരുവാണെങ്കിൽ ഞാൻ തരായിരുന്നു. അപ്പൊ അത് കുറെ പടല ഇങ്ങനെ എത്തുന്നപ്പോ ആൾക്കും അടുത്തു. അപ്പൊ ഇനി അത് എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ഓടിച്ചിങ്ങ് എടുക്കുന്ന രീതിയിൽ ഇങ്ങ് പോകും. ചേച്ചിക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിനെ എടുക്കണം. കാരണം അങ്ങനെ ഓടിച്ചാൽ ചിലപ്പോ കൊല താഴെ വീണു നാശവും എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളിക്കാരി വന്ന് 70 വയസ്സിന് മുകളിലുണ്ട് കേട്ടോ, ഭയങ്കര മിടിക്കുക. ഒരു ലാഡർ ഉണ്ടായിരുന്നു, ലാഡർ എടുത്തു. അപ്പൊ ഞാനും കൂടെ ചെന്നു.
ഞാൻ എന്നിട്ട് ലാഡർ പിടിച്ചു കൊടുത്തു. ആളതിലേക്ക് കയറിയിട്ട് കൊല്ല നല്ല നീറ്റായിട്ട് വെട്ടിയെടുത്തുകൊണ്ട്. അപ്പൊ അതാണ് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ, ആൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ, അത് മൈൻഡ് പോലും ചെയ്യണ്ടായിരുന്നു അല്ലെ, പക്ഷെ ആ ഒരു ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ തന്നെ അത് നല്ല നീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്തു. ആർക്കൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ ഞാൻ കുറെ പേരുടെ പേര് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുത്തോളാം പറഞ്ഞിട്ട് അതെല്ലാം കറക്റ്റ് പങ്കുവെച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പൊ ചിലരങ്ങനെയാണ്, അവരാ ചെയ്യുന്ന വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതിന് അവർ എത്രത്തോളം ക്ഷമയും കോൺസെൻട്രേഷനും കൊടുക്കും, അവർ സെൽഫ് കൺട്രോള്, എന്നാൽ മാത്രമാണ് എക്സാക്ട് ഗോളിലേക്ക് പോകുള്ളൂ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് അത്യാവശ്യമാണല്ലേ, കുട്ടിയുടെ ഡെവലപ്മെന്റിന്. കുട്ടികള് അവരുടെ അക്കാദമിക്സിലും കരിയർ എത്തുമ്പോഴും അവർ പല ഗോളും സെറ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അവര് കറക്റ്റ് ആ മിഷൻ സക്സീഡ് ചെയ്യണം. അപ്പൊ അതിന് ഈ ടെൻഡൻസീസ് എല്ലാം ആവശ്യമാണ്. അല്ലെങ്കിൽ അവർ പകുതിക്ക് ഇട്ടിട്ടങ്ങ് പോകും, ഫിനിഷ് ആക്കാതെ പോകും. അങ്ങനത്തെ ഒരു കാര്യം വരും. നമുക്കത് നമ്മുടെ സർവൈവൽ തന്നെയാണ് ഈ വർക്കും കാൽക്കുലേഷനും എല്ലാം. കാരണം ഇതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഈ ഒരു ടെൻഡൻസീസ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലതിന്റെയും കൂട്ടായ ഇത് അനുസരിച്ചാണ് നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു ടൂൾസ് ജനറേറ്റ് ചെയ്തു, പിന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം കാരണം ഈ ഒരു ടെൻഡൻസീസ് മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓൾറെഡി നമ്മൾ വർക്കിലെ പെർഫെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റിയും അത് തന്നെയാണ്. ചില ആളുകൾ ചെയ്യുമ്പോൾ അത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. അപ്പൊ ഒരേ പണി തന്നെ 10 പേരെടുക്കുമ്പോൾ നമുക്ക് കാണാം 10 പേരും 10 രീതിയിൽ ചെയ്യുന്നത്. ചിലര് വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാണാനൊരു ഭംഗിയായിരിക്കും ചിലർ ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ് കൂടെ അതിനകത്ത് ചേരുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു ബൂം ചെയ്തിരിക്കുന്ന ഒരു സമയമാണല്ലേ. ആ ഒരു എന്താ പറയാ, ആളുകളെ ഒരുക്കുന്നു. ഇപ്പൊ മാരേജിനൊക്കെ തന്നെയാണെങ്കിലും ഭയങ്കര ഒരു കോമ്പറ്റീഷൻ പോലെ. അപ്പൊ അത് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി ഡിഫറെന്റ് ആണ്. ആളെ മനസ്സിലാക്കി, ആളുടെ സ്കിൻ ടോൺ മനസ്സിലാക്കി, ആളുടെ മുടിയുടെ അനുസരിച്ചൊക്കെ അവര് പല രീതിയിലുള്ള സ്റ്റൈലൊക്കെ കൊണ്ടുവന്ന് നല്ല ഇതാക്കി ഭംഗിയാക്കി. നമുക്ക് തോന്നില്ല അമിത മേക്കപ്പ് ഉണ്ടെന്നായിട്ട് തോന്നില്ല, നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? കഴിഞ്ഞു. യെസ് പ്ലീസ്. പെട്ടെന്ന് തീരും. Perfection and creativity. In cultural change, we act upon human tendency to perfection, and each society naturally extends its efforts beyond the level required for survival and continuity. We not only aim to modify the environment without understanding it, but we also aim to perfect the form of those modifications. In other words, we follow perception or beauty in the visual form, sounds, and moments of our technology. These natural concepts of beauty are then connected in a unique way with the ideal forms inherent in each culture's abstract understanding of the world. So each culture ends up with its own special technological style, as in architecture or clothing, to help develop his style and give it facility. We use our natural tendency towards creatively and ability to conceive a world which does not exist. The aspect of culture which arises from our tendencies to perfection and creativity is art. Madhile ma'am. Thank you. സോ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇത് നമ്മളിൽ പലർക്കും ഉണ്ടാകും. ചിലപ്പോൾ ചിലർക്കോ ചില ഫീൽഡിലായിരിക്കും, ചിലർക്ക് ചില ഫീൽഡിലായിരിക്കും അല്ലെ. നമുക്ക് നമ്മൾ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ചില ആളുകളെ യുണീക്ക് ആയിട്ടുള്ള ചില നമുക്ക് തോന്നും. നമ്മളുടെ ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മളെ നിർത്തിത്തയച്ച പോലെ എന്നൊക്കെ നമ്മൾ പറയും. ചില ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അത് അവരുടെ ഒരു പെർഫെക്ഷനാണ്. ചില ആളുകൾ ആളെ കണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. എനിക്ക് അങ്ങനെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ഇങ്ങനെ നോക്കി, അവർക്ക് അളവൊന്നും എടുക്കണ്ട, നോക്കിയിട്ട് അവർ ബ്ലൗസ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെ ഉണ്ടായിരുന്നു. അത് അവരുടെ ആ ഒരു മെന്റൽ
ഈ കാൽക്കുലേഷനും ആ ഒരു ഇത് വെച്ചിട്ട് അവർ ക്രിയേറ്റീവ് ആയിട്ട് അത് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോ ഈ ജെൻസ് ആണ് കൂടുതലും അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പുറത്തിങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ മെഷീൻ ഇട്ടിട്ട് അവർ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഉണ്ടാക്കുമല്ലേ, അവിടെ വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, കാരണം അത്രയ്ക്ക് അല്ലെങ്കിൽ അതുപോലെ കോസ്റ്റും ആയിരിക്കും. അപ്പൊ ഈ റോഡ് സൈഡിലും ഫുട്പാത്തിലൊക്കെ ഇവരിങ്ങനെ തയ്യൽ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാണാം. നല്ല വർക്കും ഉണ്ട് അവർക്ക്, കണ്ടിന്യൂസ് അവരവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഓൾട്ടറേഷനൊക്കെ നമുക്ക് സ്ഥലം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വഴി മുഴുവൻ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. അത് അവരത് ഇത്രയും വർക്കും അവരെ തേടിയെത്തുന്നതിന് കാരണം ഈ ഒരു പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. നമുക്ക് ആദ്യകാലം എടുക്കുമ്പോൾ തുടങ്ങി നമുക്ക് കാണാം പല രീതിയിലുള്ള കൾച്ചറൽ ചേഞ്ച് വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഓരോ ആളുകളും ഗ്രൂപ്പായിട്ട് അവരൊരു ജീവിക്കാൻ തുടങ്ങി, ഫാമിംഗ് തുടങ്ങി, ട്രേഡിങ് തുടങ്ങി. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സൊസൈറ്റിക്കും അവരുടെ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എത്താനായിട്ട്, അതായത് സർവൈവൽ, ആ ഒരു സൊസൈറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കാനായിട്ട് അവര് കുറെ എഫേർട്സ് എടുക്കേണ്ടതായിട്ട് വരും. പല എഫേർട്സും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അതാണ് അവരുടെ പെർഫെക്ഷനിലേക്ക്, അവരുടെ ക്രിയേറ്റിവിറ്റി പെർഫെക്ഷനും ആ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രസ്സ്, തുണികളുടെ കച്ചവടം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാന്ന് വിചാരിക്കാം. അപ്പൊ അവർ അത്രയും നല്ല ഗാർമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് വീണ്ടും വീണ്ടും ബിസിനസ് കിട്ടുള്ളൂ. അപ്പൊ അവരത് കൂടുതൽ പെർഫെക്ഷൻ ആക്കാൻ നോക്കും. അവരതിനകത്ത് കള്ളങ്ങളൊന്നും കാണിക്കാൻ നോക്കില്ല. അതുപോലെ ചില കാറ്ററിംഗ് സർവീസ് നടത്തുന്നവര് നല്ല ഫുഡ്, അവരുടെ ബിസിനസ് എന്ന് പറയുന്ന ആ ഫുഡിന്റെ ടേസ്റ്റും അതിന്റെ ഹൈജീനും ആണല്ലോ. അപ്പൊ അവരതിനകത്ത് പെർഫെക്ഷൻ കാണിക്കും. ക്രിയേറ്റീവ് ആയിട്ട് അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. ഞാനൊരു പ്രാവശ്യം എന്റെ കസിന്റെ കല്യാണമായിരുന്നു. കല്യാണത്തിന് പോയപ്പോ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പക്ഷെ അതെല്ലാം വെറൈറ്റി ഫുഡായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ എല്ലാം അവര് ഈ നോൺ വെജ് ഇല്ലേ അതുമായിട്ട് നമുക്ക് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മീൻകറി പോലെ പച്ചക്കായ കൊണ്ട് എന്തോ ഇങ്ങനെ കറി ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഈ മീറ്റിന്റെ റോസ്റ്റ് പോലെ മറ്റേ സോയ വെച്ചിട്ട് അങ്ങനെ എല്ലാം ഒരു നോൺ വെജ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കറികൾ. ടേസ്റ്റും ഉണ്ടായിരുന്നു, കാണാനും ഭയങ്കര രസം. അങ്ങനെ ഒരു കല്യാണത്തിന് പോയപ്പോ അത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇതുവരെ ഒരു വെജ് സദ്യയിലും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ആളുകൾ എപ്പോഴും പെർഫെക്ഷനും അതുപോലെ പെർഫെക്ഷൻ നോക്കും. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അതവര് ഫോം ചെയ്യുകയും ചെയ്യും. അവർ പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യും. പിന്നെ നമ്മള് ഈ പല കാര്യങ്ങളും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മൾ കാണുന്നത് എങ്ങനെയാണോ നമ്മുടെ ഒരു പെർസ്പെക്ഷൻ, നമ്മുടെ ആ വ്യൂ അതുപോലെ അതിലെ ബ്യൂട്ടി, ആ ഒരു സൗന്ദര്യം, ആ വിഷ്വൽ ഫോമില് നമ്മൾ കാണുന്നത്, പിന്നെ സൗണ്ട്സ്, മൂവ്മെന്റ്സ് അങ്ങനെയുള്ളതെല്ലാം മനസ്സിൽ വെച്ച് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കും. കുട്ടികൾക്ക് സെൻസോറിയൽ മെറ്റീരിയൽസ് ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി എന്തിനാണ് കൊടുത്തത്? കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും മൂവ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ എല്ലാം അവര് മനസ്സിൽ വെച്ചിട്ടാണ് അവർ പലതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻസോറിയൽ മെറ്റീരിയൽസ്. ഈ ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട്, ആദിമ മനുഷ്യൻ തുടങ്ങിയുണ്ടെന്ന് ഡോക്ടർ മോണ്ടിസോറി മനസ്സിലാക്കി. അപ്പൊ ടെക്നോളജിയിലേക്കുള്ള ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ടെൻഡൻസികളാണെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. പിന്നെ ഒരു നാച്ചുറൽ കൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരു യുണീക്ക് ആയിട്ട് എപ്പോഴും ആളുകൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകാനായിട്ട് നോക്കും. അല്ലെ, ഒരേപോലെ ഇരിക്കാനായിട്ട് ആരും താല്പര്യപ്പെടില്ല. എന്റേതായ ഒരു സ്റ്റൈല്, ഒരു യുണീക്ക് വേ അങ്ങനെ നോക്കും. അതാണ് ക്രിയേറ്റിവിറ്റിക്ക് കാരണമാകുന്നത്. പല ഫാഷനുകളും ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ ഫാഷൻ. എന്തിനാ നമ്മൾ ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും വന്നപ്പോ അവിടെ തന്നെ യുണീക്ക് ആയിട്ട് ആളുകൾ പല രീതിയിലും ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് വരാൻ നമ്മൾ ആരും യൂണിഫോം ആയിട്ട് വരാൻ ചിലപ്പോ ചില സിറ്റുവേഷനിൽ ഇഷ്ടപ്പെടില്ല, ചില സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾക്കൊരു വെറൈറ്റി ആയിട്ട് വരണം അങ്ങനെ തോന്നിയിരുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു എല്ലാവരും പച്ചയോടായിരുന്നു കൂടുതലും. പച്ച കളറ് ആണ് എല്ലാവരുടെയും മനസ്സിലാക്കുന്നത്. പച്ച, ഞാനൊക്കെ പച്ച സാരി ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പച്ച മതി അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെല്ലാം നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഒരു ഫോർമേഷൻ തന്നെയാണ്. അപ്പൊ പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റി നമുക്കൊരു കൾച്ചർ ഫോർമേഷനിലേക്ക് എത്തിച്ചേരും. അതൊരു ടെക്നോളജിക്കൽ സ്റ്റൈലിലേക്കും വരും. അതായത് വീട് പണിയുന്നതിന്റെ സ്റ്റൈല്, ആർക്കിടെക്ട്, പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് പണ്ടൊക്കെ കല്യാണങ്ങൾക്ക്
ബ്രൈഡിന് എടുക്കുന്ന ഡ്രസ്സ്, ആ സ്റ്റൈൽ ഇപ്പോഴും മാറി, വേറെ അതിന് പല രീതിയിൽ മാറിക്കഴിഞ്ഞു. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഡെവലപ്മെന്റും വരുന്നത്. അവരെ തേടി ആൾക്കാർ ചെയ്യും. വളരെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ വേൾഡിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, കൺസീവ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. അപ്പൊ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ആ ഒരു മാറ്റം, ഒരു ക്രിയേറ്റിവിറ്റി, പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെ ടെൻഡൻസീസ് എന്നാണ് ഈ ഒരു പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയും വരുന്നത്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ അതൊരു ആർട്ട് തന്നെയാണ്, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പൊ അത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ശരി, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ശരി, ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് ആളുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം അതിനാണ് ഒരു ഭംഗി. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും വായിച്ചു. Independence. Our tendency towards independence suitably stands alone as the endpoint in the process of cultural adaptations. As cultural evolution is progressive in its striving towards individual perfection and systemic harmony, we have natural desires to trace the progress of culture over time. Every culture has an account of its own history, often mixed up with myths and legends. In our environment, modifications and ever increasing cooperation and organization among our fellow citizens. In some, an ever more successful adaptation to the environment. So history is the fact of culture which satisfies our tendency to realize an ever greater degree of adaptive success, that is mastery over density, or in a word, independence. ഓക്കെ, ഇൻഡിപെൻഡൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക. ആള് ഇൻഡിപെൻഡന്റ് ആകണം, നമ്മൾ ഫ്രീ ആക്കും. അങ്ങനെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഒരു മെയിൻ സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ്. എപ്പോഴും ആ ഒരു ടെൻഡൻസി കുട്ടികൾക്കുണ്ട്. ഒരു വയസ്സാകാറാകുമ്പോഴേക്കും ഞാൻ ചെയ്യാം, അതൊരു ടെൻഡൻസിയാണ്, ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഒരു ടെൻഡൻസി. അത് പലപ്പോഴും ആ ഒരു വളരുന്ന ആ സാഹചര്യവുമായിട്ട്, ആ ഒരു കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ആക്കുന്നതിന്റെ പ്രോസസ്സും കൂടിയാണ് ആ ഒരു ഇൻഡിപെൻഡൻസ് വരുന്നത്. വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും കുട്ടി ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. അവൈലബിൾ മെറ്റീരിയൽസും അവൈലബിൾ ആ ഒരു സൗകര്യങ്ങളും എല്ലാം കൂടെ നോക്കിയിട്ടല്ലേ നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നത്. നമുക്ക് ആ ഒരു നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ചാണ് ഇൻഡിപെൻഡന്റ് ആകുന്നത്. ആദ്യം മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാലും അത് തന്നെ കാണാം. അവര് ഇടപെടുന്ന ആ ഒരു ഇടങ്ങളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ആ ഒരു എന്താണ് അവിടുത്തെ രീതികൾ, അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആയിട്ടാണ് ഇൻഡിപെൻഡന്റ് ആകുന്നത്. അപ്പൊ ഒരു അഡാപ്റ്റേഷൻ നമ്മൾ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു. കുട്ടികള് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കുട്ടികൾ തന്നെ പറഞ്ഞു. അവര് ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവര് ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നു. അഡാപ്റ്റേഷനും ഇൻഡിപെൻഡൻസും കണക്റ്റഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും, പെർഫെക്ഷനും അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മള് ഇതെല്ലാം പ്രോഗ്രസ്സിലേക്ക് തന്നെയാണ്. ഈ എല്ലാ ടെൻഡൻസീസും പ്രോഗ്രസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് മനുഷ്യനെ. നമ്മളുടെ ഉള്ളിൽ എന്താണോ മെന്റൽ ഡിസേഴ്സ് ഉള്ളത്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കൾച്ചറിന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നതിന്റെ ആ ഒരു പ്രോഗ്രസ്സിന് അത് ഹെൽപ്പ് ചെയ്യും. നമ്മളിതൊക്കെ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പല ഹിസ്റ്ററിയിൽ നമുക്ക് ചിലതെല്ലാം എഴുതപ്പെടാത്ത കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കെട്ടുകഥകൾ പോലെയും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളായിട്ട് പലരും ഇങ്ങനെ അവരുടെ ഒരു അസംഷനൊക്കെ വെച്ചിട്ട് കഥകൾ പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴും അവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും ഇൻഡിപെൻഡൻസിന്റെ ഒരു പ്രാധാന്യം. ഓക്കെ, നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകണം. ഇപ്പൊ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ആളുകൾ ആ ഒരു ജോയിന്റ് ഫാമിലിയുടെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകും. ഹിസ്റ്ററിയിലെല്ലാം നമ്മൾക്ക് ഇവിടുത്തെ കാണാം. ഈ ഒരു ഇൻഡിപെൻഡൻസ് ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡാപ്റ്റീവ് സക്സസ് തന്നെയാണ്. ഇപ്പോ എന്റെ വീട്ടിലൊരു 10-12 പേര് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ എന്റെ കൂടെയുള്ള 10-12 പേരടങ്ങുന്ന ആ വീട്ടിൽ ഞാൻ പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം.
എന്നാൽ മാത്രമാണ് എനിക്ക് ആ ഇൻഡിപെൻഡൻസ്, ആ ഒരു സക്സസിലേക്ക് നമ്മൾ എത്തുള്ളൂ. അഡാപ്റ്റേഷൻ അലോങ് വിത്ത് ഇൻഡിപെൻഡൻസ് അഡാപ്റ്റേഷൻ വരും. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വേർഡില് നമ്മളുടേതായ ഒരു സ്ഥാനം നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ളതിൽ പല തടസ്സങ്ങൾ വരും. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻസും അഡാപ്റ്റേഷനും ഒരേപോലെ പോകുന്നു എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ടേബിൾ ആയിട്ടും അതിന്റെ ഒരു ഫേസും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതില് ടേബിൾ 1 അങ്ങനെ ടെൻഡൻസീസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിലേറ്റഡ് ആസ്പെക്ട് അതാണ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഫേസ് 1 സ്റ്റെപ്പ് ടു കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്നുള്ളതിൽ എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ദി എൻവിയോൺമെന്റ്. എൻവിയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നു, എൻവിയോൺമെന്റിലെ പല സാധ്യതകളെയും ക്ലാസിഫൈ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് മനുഷ്യന് ഉണ്ടായ ടെൻഡൻസിയാണ് എക്സ്പ്ലോറേഷനും ഓർഡറും. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ പല കാര്യങ്ങളുമായിട്ട് പല കാര്യങ്ങളും നമ്മളൊന്ന് വിശകലനം ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടെൻഡൻസീസ് ആണ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ആദ്യകാലത്ത് മനുഷ്യരിൽ ഉണ്ടായിരുന്നത്, നാച്ചുറൽ ഹിസ്റ്ററി ആദ്യകാലങ്ങളിൽ ഉണ്ടായത്. പിന്നെ നെക്സ്റ്റ് വൺ അടുത്ത ഫേസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ചുറ്റുപാടുമായിട്ട് ഷെയർ ചെയ്യുന്നത് വരുന്ന അങ്ങനെ ഡെവലപ്പ് ചെയ്ത ടെൻഡൻസിയാണ് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു റിസൾട്ടാണ് ലാംഗ്വേജ്. നെക്സ്റ്റ് എൻവിയോൺമെന്റിനെ മനസ്സിലാക്കുന്നു. നമ്മൾ എൻവിയോൺമെന്റിലെ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളൊക്കെ മൈൻഡിൽ അതിന്റെ ഒരു ഇമേജും അതിന്റെ ഒരു രൂപം ഒക്കെ ഉണ്ടാവും. ആ ഒരു ടെൻഡൻസിയാണ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ കാര്യങ്ങൾ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതിന്റെ ഇമേജും കാര്യങ്ങളും എല്ലാം നമ്മൾ ചേർത്ത് വയ്ക്കുന്നതാണ് അബ്സ്ട്രാക്ഷൻ. അത് സയൻസിന്റെ ഡെവലപ്മെന്റ് കാര്യമായി, പ്യുവർ സയൻസ്. അവിടെ ക്യൂരിയോസിറ്റിയും വന്നു. നമ്മളങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി കൂടുതൽ അറിയാൻ, വൈ, ഹൗ അങ്ങനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു. അവിടെ സയൻസിന്റെ ഡെവലപ്മെന്റ് ആയി. അങ്ങനെയാണ് സയൻസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് ഫേസ് 2 പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ടേബിളിലാക്കിയതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഫേസ് 2 എൻവിയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ടും പിന്നെ നമ്മൾക്ക് നിലനിൽക്കാനും വേണ്ടിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യും. അവിടെ ഇപ്പോൾ കാൽക്കുലേഷൻ, വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, നമ്മൾ പല കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്നു ആ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കിയതെല്ലാം വെച്ചിട്ട് നമുക്ക് സർവൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ വീട് വെക്കുന്നു, മഴ പെയ്ത ശക്തമായ മഴയില് എല്ലാ വീടിനകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വെക്കും അല്ലെ. അതാണ് അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ സർവൈവലിനെ, അത് മുഴുവൻ വെള്ളമാകും, സർവൈവലിനെ ബാധിക്കും. നമുക്ക് മുന്നോട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. സോ അതാണ് അവിടെ മോഡിഫിക്കേഷൻ പറ്റിയത്. അത് ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. സോ അങ്ങനെയാണ് ടെക്നോളജി ഡെവലപ്മെന്റ് ആയത്. പെർഫെക്ഷൻ, എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയും വന്നു. മഴ പെയ്തപ്പോ ആദ്യം നമ്മളൊരു ഷീറ്റ്, വെറുതെ ഒരു ടർപോളിൻ ഷീറ്റ് ആയിരിക്കും വലിച്ചു കെട്ടിയത്. അത് താൽക്കാലികമായിരിക്കും. നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കാനും ഭംഗി നമുക്ക് വേണം. നമ്മൾ നല്ല ഭംഗിയുള്ള ഷീറ്റ് ഇട്ടു അല്ലെ. അപ്പൊ അവിടെ ഒരു ആർട്ടിസ്റ്റിക് ഇതും കൂടെ തിങ്കിങ്ങും കൂടെ വന്നു. പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റി. പിന്നെ നമ്മൾ ഓരോ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന്റെ പ്രോഗ്രസ്, അത് നമ്മുടെ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മളൊരു ഫാമിലിയിലെ ഒരു യൂണിറ്റ് തന്നെയാണ് അല്ലെ. നമ്മൾക്ക് പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ദാറ്റ് ഇസ് ഹിസ്റ്ററി. ആദ്യകാലം തുടങ്ങി അങ്ങനെയായിരുന്നു. ഇതാണ് ടെൻഡൻസീസ് ഓഫ് മാൻ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യാം. ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണോ മാം? ഇമ്പോർട്ടന്റ് മീൻസ് ഇത് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന തന്നെയല്ലേ. ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നില്ല അവിടെ എക്സാമിന് എങ്ങനെയായിരുന്നു? ഞാൻ മോസ്റ്റ് പ്രോബബ്ലി പാർട്ട് 3 എനിക്ക് ശരിക്കും 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. എല്ലാ ബാച്ചിലും ഞാൻ 3 ചാപ്റ്റേഴ്സ് ആണ് എടുക്കാറ്. അതായത് 4 3, 4, 7, 10. അതില് 3ഉം 4ഉം ഒരു സബ്ജക്റ്റ് വരും, 7ഉം 10ഉം ഒരു സബ്ജക്റ്റ് വരും. കൂടി വന്നാൽ 20, 25, 30 ക്വസ്റ്റ്യൻ മാക്സിമം അത്രേ വരാറുള്ളൂ. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 3ൽ നിന്നും 7ൽ നിന്നും ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ബാക്കി 4ഉം 6ഉം ഒക്കെ 4ഉം 10ഉം ഒക്കെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം വരിക. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 3ൽ നിന്നും 7ൽ നിന്നും.
മോണ്ടിസോറി മെത്തേഡും അതിന്റെ ആപ്ലിക്കേഷൻസും ഫിലോസഫി ഓഫ് സ്റ്റഡി ഒക്കെയാണല്ലോ അത്. ഇപ്പം ഒരു സബ്ജക്റ്റും കൂടെ അതിനകത്ത് ആഡ് ആയപ്പോൾ അതിനനുസരിച്ച് മാറും. ചിലപ്പോൾ 30 ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ 3-ൽ നിന്നും 7-ൽ നിന്നും അല്ലാത്ത ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ തീരുമാനിച്ചിട്ടില്ല, കാരണം പെട്ടെന്നാണ് ഇത് എടുക്കേണ്ട വന്നത്. ഈ 2 പാഠത്തിലും മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ മാം. മാം യൂണിറ്റിന്റെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ചാപ്റ്റർ കവർ ചെയ്തിട്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. അതെ, ഈ ടെൻഡൻസിയും കൂടെ തരാനല്ലേ ഉള്ളൂ. അപ്പൊ സോ ഐ ഹാവ് ടു പ്രിപ്പയർ, കാരണം ഞാൻ ടെൻഡൻസി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മാം ശ്രദ്ധിച്ചില്ല. മാം മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണം ശ്രുതി, മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മ്യൂസിക് ടീച്ചറിന്റെ കാര്യം കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മാം മ്യൂസിക് പഠിച്ചിട്ടുണ്ടോന്ന്. മാം ശ്രദ്ധിച്ചില്ല. ഞാൻ ചെറിയ ക്ലാസ്സിലായിരുന്നു, 5ാം ക്ലാസ്സിലായിരുന്നപ്പോ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പാടാൻ. അങ്ങനെ പാടിയൊന്നുമില്ല, ചെറുപ്രായത്തിലൊന്നും അങ്ങനെ പാടിയൊന്നും നോക്കിയിട്ടില്ല. ആകെ ടീച്ചർ ക്ലാസ്സില് നമുക്ക് കവിത അത് പാടുന്നുള്ളൂ. പിന്നെ സ്കൂളില് മറ്റേ നാഷണൽ അന്തം ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഞാനത് മ്യൂസിക് പഠിച്ചു. അങ്ങനെ ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചർക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്, നിറയെ മുടിയൊക്കെ, സുന്ദരി ടീച്ചറായിരുന്നു കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ദിവസവും രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. ശരിക്കും പറഞ്ഞ 6 മണി ആ സമയത്തൊക്കെ ഞാൻ പോകും വീടിനടുത്ത്. ഞാനിങ്ങനെ അമ്പലത്തേക്ക് പോകുന്ന വഴിയാ ടീച്ചറുടെ വീട്. പോകുന്ന വഴിക്ക് ടീച്ചറുടെ ബ്രദറിന്റെ ഒരു ഓട്ടോ ഉണ്ട്. എനിക്ക് ആ ഓട്ടോ കണ്ടാൽ എനിക്കറിയാം. അപ്പൊ ഓട്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്നു. ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ആ സമയത്ത്. ഓപ്പോസിറ്റ് വരുന്നു. അപ്പൊ നോക്കുമ്പോൾ ഈ ഓട്ടോയില് ഞാൻ കാണുന്ന കാഴ്ച, നല്ല നീളമുള്ള മുടി ഇങ്ങനെ പുറത്തേക്ക് കാണാം. ഈ ദൂരെ നിന്ന് നോക്കുമ്പോഴേ ഇങ്ങനെ കാണാം. അപ്പൊ നോക്കുമ്പോ അങ്ങനെ അടുത്തെത്തിയപ്പോ ഓട്ടോ വെച്ചിരി ഇങ്ങനെ കിടത്തി കൊണ്ടുപോവാ ഒരു വ്യക്തിയെ. മുടിയാണെങ്കിൽ അപ്പൊ മുടി നീളം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ ബ്രദറിനെയും കണ്ടപ്പോ, ഓട്ടോ ഓടിക്കുന്ന കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ടീച്ചർ വന്ന് ഫേസ് ചെയ്യാൻ കാണുകയും ചെയ്തു. ടീച്ചറിന്റെ ദേഹം മുഴുവൻ പൊള്ളിയിരിക്കും. ടീച്ചർക്ക് പൊള്ളലേറ്റു. അമ്പലത്തിലെത്തിയപ്പോ അവിടെ എത്തിയപ്പോ ആളുകൾ ഇങ്ങനെ പറയണത് ഞാനിങ്ങനെ കേൾക്കുവാണ്, ടീച്ചർക്ക് പൊള്ളലേറ്റു. ടീച്ചർ മരിച്ചു. അതോടുകൂടി ഞങ്ങളുടെ പാട്ട് ക്ലാസ് സ്റ്റോപ്പായി. അവിടെയുള്ള NSS കരയോഗത്തിലായിരുന്നു പാട്ട് ക്ലാസ് വന്നത്. ഒരു 2-3 ആഴ്ച ക്ലാസ് ഉണ്ടായില്ല. പുതിയ ടീച്ചർ വന്നു. ഈ ടീച്ചർ വന്നപ്പോ എനിക്ക് അങ്ങ് ജോയിൻ ആവാൻ തോന്നിയില്ല. പിന്നെ എനിക്ക് വരണില്ല. മറ്റേത് ദിവസം ഇരുന്നിങ്ങനെ പഠിപ്പിച്ച ക്ലാസിക്കലായിരുന്നു കേട്ടോ, ശാസ്ത്രീയ സംഗീതമായിരുന്നു. അതിങ്ങനെ വീട്ടിൽ ഭയങ്കര ഉറക്കിരുന്ന് പാടുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അത് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കുറെ കാലം ആ പാട്ട് എഴുതിയ ഡയറി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. പിന്നെ അത് എവിടെയോ പോയി. പിന്നെ അതും ശ്രദ്ധിക്കാതായി. അതാണ് എന്റെ പാട്ട് പഠിത്തത്തിന്റെ ഒരു കഥ. അതവിടെ അങ്ങ് നിന്നു. അപ്പൊ അത് ഏതൊക്കെയോ ബാച്ചിലെ കുട്ടികൾ എന്നോട് പാട്ട് പാടുമെന്ന് എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് മാം. ഞാൻ പാടുന്നതിലും വേറൊരാൾ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പാടി ഞാൻ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കും. ഭയങ്കര ഇഷ്ടം. അപ്പൊ മാം ഈ മ്യൂസിക് ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ മാമിനോട് ഒരു പാട്ടെങ്കിലും പാടി കേൾക്കാന്ന് വിചാരിച്ചു. പിന്നെ ലവ്ലി പറയും, ഒരു പാട്ട് പാടുമോ? അതല്ലേ ഞാൻ പറഞ്ഞു എനിക്കത് വരില്ലാന്ന്. ഇപ്പോഴെനിക്ക് ആ ടീച്ചറിന്റെ ഓർമ്മ, എന്റെ ചൈൽഡ്ഹുഡ് ഒരു ട്രോമ, അത്രേ ഉള്ളൂ. അത് മാറിയില്ല. മാറാൻ ഭയങ്കര പാടായിരുന്നു. പുതിയ ടീച്ചർ വന്നിട്ടൊന്നും ഞാൻ ജോയിൻ ആയില്ല. എല്ലാരും നിർബന്ധിച്ചിട്ട് ഞാൻ പോയി പഠിക്കാൻ ചേർന്നില്ല. അതിനുശേഷം പാടാറില്ലേ മാം? എന്തോ ആ ഷോക്ക് എക്സ്പീരിയൻസിന് ശേഷം പിന്നെ പാടാറില്ല? ഇല്ല, മാറിയില്ല. നമുക്ക് പിന്നെ അന്ന് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴൊക്കെ നമ്മള് നമ്മുടെ മക്കളെ ഒത്തിരി ശ്രദ്ധിച്ച് അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പൊ അന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിലൊന്നും ആരും കൂടുതലായി ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരായിരുന്നു. എന്റെ ബ്രദർ ചെറുതാണല്ലോ. അപ്പൊ ഫുൾ അറ്റൻഷൻ അവനിലേക്ക് പോകും. പിന്നെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഞാനൊരു സെൽഫ് മെയ്ഡ് ആണെന്നുള്ള രീതിയിൽ. ചേച്ചി എന്നെക്കാളും കുഞ്ഞായിരുന്നു. ഹെൽത്ത് വൈസ് ചേച്ചിക്ക് എപ്പോഴും ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഞാൻ ചേച്ചി നമ്മൾ 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ചേച്ചിക്ക് ഞാൻ ജനിച്ചപ്പോഴും ചേച്ചിയായിരുന്നു എല്ലാരും ടേക്ക് കെയർ ചെയ്തത്. കാരണം അത്ര ആള് എന്നെക്കാളും സൈസ് കുറവായിരുന്നു. എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ വളർന്നു എന്നാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ മേ ബി എനിക്ക് അങ്ങനെ ഒരു ഷോക്ക് വന്നപ്പോഴും എനിക്ക് ആരോടും ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ്.
ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ലായിരുന്നു അന്നൊക്കെ. ഇപ്പോഴൊക്കെ പിന്നെയും ഉണ്ടെന്ന് പറയാം. ഇപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്താലാണ് നമ്മളൊന്ന് ഹീലാവുള്ളൂ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. അന്നൊക്കെ ഞാൻ ഭയങ്കര പാടാണ്. എന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ആരോടൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടോ സ്പെഷ്യൽ ഫ്രണ്ടോ അങ്ങനെയൊന്നും ആരും ഇല്ല കേട്ടോ. ആ കാലഘട്ടത്തിലും ഇല്ല, കോളേജിൽ വെച്ചും ഇല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിലല്ലേ നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാം ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെ എനിക്ക് അങ്ങനെ ആരോടും തോന്നിയില്ല. അത് എന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. പക്ഷെ മാമിന് ഭയങ്കര ക്ഷമയുണ്ട്. അതുണ്ട്, അത് ഞാൻ പറയാം. അത് കൂടിയിട്ടുണ്ടെന്ന് പറയാം കുറെയൊക്കെ. അന്ന് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ വളരെ കുറവായിരുന്നു. അധികം സംസാരിക്കൊന്നുമില്ലായിരുന്നു. ആകെ കൂടിയുള്ള ആക്ടിവിറ്റി പഠിത്തം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനും ഒന്നും അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. പാട്ടിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അന്ന് പാട്ട് പഠിക്കാൻ ചേർന്നു. ചേച്ചി ആ സമയത്ത് ഡാൻസ് ആണ് ചേർന്നത്, ഞാൻ പാട്ട് ചേർന്നു. ചേച്ചിയുടെ അരങ്ങേറ്റമൊക്കെ നടന്നു. എനിക്ക് പക്ഷെ ഞാൻ പകുതിക്ക് വെച്ചത് സ്റ്റോപ്പൊക്കെ ആയി പോയല്ലോ. പിന്നെ ഞാൻ ചേർന്നില്ലല്ലോ. അങ്ങനെ ഒക്കെ ഒരു നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഈ റിവീൽ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. അതെനിക്ക് ഹസ്ബൻഡും ഇവിടെ പറയും. കാരണം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഹസ്ബൻഡിന് ബർത്ത്ഡേ സമയത്ത് സ്കൂളിൽ പഠിച്ച പെൺകുട്ടികളുണ്ട്. അവരിങ്ങനെ ബർത്ത്ഡേ സമയത്ത് ഷർട്ടൊക്കെ കൊറിയർ ചെയ്യും. ഇവര് അയക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കും. വിളിച്ചിട്ട് അഡ്രസ് ഒക്കെ ചോദിച്ച് ഞാൻ ഏത് സമയത്ത് ഉണ്ടാകും അവനോട് പറയരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറയും. ഞാൻ മിണ്ടാതിരിക്കും. ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തത് ജിഷയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഹസ്ബൻഡ് ചോദിക്കും, പണ്ട് ഇങ്ങനെ പറയണിരുന്നത് കുന്തി ദേവി രഹസ്യം വെച്ചപ്പോ സ്ത്രീകൾക്ക് ഇങ്ങനെ രഹസ്യം സൂക്ഷിക്കാനുള്ളത് പോലെ ഇങ്ങനെ ഒരു മിത്തുണ്ടല്ലോ, അങ്ങനെ ശപിക്കില്ലോ, അതൊന്നും ഏറ്റിട്ടില്ലേ എന്ന് ഹസ്ബൻഡ് ചോദിക്കും എന്നോട്. രഹസ്യം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാനൊരു കാര്യം പറയില്ല. നല്ലതാ അത്. എല്ലാം ഉള്ളിലൊതുക്കുന്ന നേച്ചറാന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ മാമിനോട് എന്തും വിശ്വസിച്ച് നമുക്ക് പറയാം അല്ലെ മാം? അങ്ങനെ കേൾക്കും. കേട്ടിട്ട് ഞാനായിട്ട് സൊല്യൂഷൻസ് കൊടുക്കല് വളരെ കുറവാണ്. എനിക്ക് അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലായാൽ ഞാൻ അവരെ കൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യിക്കും. അതാണ് എന്റെ ജോലി. അവരെ കൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യിക്കും. അത് കുറെ പേർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റില്ല, ഇവർക്കത് പറ്റില്ല, ഇവർക്ക് ഒരു തെറാപ്പി വേണമെന്നുള്ളവരെ മാത്രമാണ് ഞാൻ റെഫർ ചെയ്യുള്ളൂ. നിങ്ങൾ ഇന്നയാളൊരു പോയി കാണുന്നതായിരിക്കും നല്ലതായിരിക്കും. പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഒത്തിരി സങ്കടമുള്ളവരല്ലേ നമ്മളെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഞാനൊരു ബിസിനസ് പോലെ ചെയ്യാറില്ല. ഇനി അങ്ങനെ ബിസിനസ് പോലെ ചെയ്യണമെന്നും താല്പര്യമില്ല. അതിനൊരു ക്വാളിറ്റി ടൈം ഒക്കെ കൊടുക്കണ്ടേ. പലപ്പോഴും ടൈം ഇല്ലാത്തതാണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത്. സോ നമ്മളുടെ ഈ ഒരു ജേർണി ഏകദേശം അതിന്റെ മിഷൻ എത്താറായി. ഇനി നിങ്ങൾക്ക് പരീക്ഷയും കൂടി ഉള്ളൂ. സാർ വൈവയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് പേരും കൂടി ഇനി വൈവ അറ്റൻഡ് ചെയ്യാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി എക്സാം ആണ്. എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിന് മുമ്പ് ഒരു സെഷനും കൂടെ നമ്മൾ കാണും കേട്ടോ. എക്സാമിന് മുമ്പ് 23rd എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേ. ഒരു റിവിഷൻ സെഷൻ ഉണ്ടായിരിക്കും. പിന്നെ PG ക്ലാസ്സിൽ കുറച്ച് പേരുണ്ടല്ലോ. റിവിഷൻ ക്ലാസ് ഞാൻ നൈറ്റിലേ വെക്കുള്ളൂ. 7:30, 8 ആ ഒരു ടൈമിലായിരിക്കും വെക്കുള്ളൂ. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് പറയാ റിവിഷൻ ക്ലാസ്സിന്റെ മെസ്സേജ് കിട്ടുമ്പോൾ. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവരും അല്ലെങ്കിൽ ക്ലാസ് കുറേ കാണാൻ പറ്റാത്തവരും ഒക്കെ വീണ്ടും നിങ്ങൾ ഇരുന്നത് കാണാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അറ്റ്ലീസ്റ്റ് റെക്കോർഡ് ക്ലാസ് റിവിഷൻ ക്ലാസ് മൊത്തത്തിലാണോ മാം? മൊത്തത്തിലാണോ റിവിഷൻ? പാർട്ട് 4 എനിക്ക് അറിയില്ല. പാർട്ട് 4 എടുത്തിട്ടേ ഇല്ല. ജസ്റ്റ് അതിൽ എന്താന്നേ അറിയുള്ളൂ. പാർട്ട് 4 നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വേറെ അത് എടുക്കുന്ന ടീച്ചർമാർ എടുക്കേണ്ടി വരും. 1, 2 and 3 കവർ ചെയ്യും. മൊഡ്യൂൾ 1 പാർട്ട് 1, 2 and 3 കവർ ചെയ്യും. അപ്പോ അതിന് മുമ്പ് എന്നെ ഒന്ന് ജസ്റ്റ് 3 അല്ലാതെ 1ലും 2ലും എന്തെങ്കിലും ഞാൻ എടുക്കാത്ത ടോപ്പിക് ആണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. റിവിഷൻ ക്ലാസ്സിന് മുമ്പ് ഒന്ന് അറിയിച്ചാൽ, ഒരു ദിവസം മുമ്പെങ്കിലും അറിയിച്ചാൽ നന്നായിരിക്കും. ആ ഒരു ചാപ്റ്റർ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കാത്ത ചാപ്റ്റർ ആണെങ്കിൽ എനിക്കൊന്ന് നോക്കിയിട്ട് വരാൻ. അതൊന്ന് എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. പിന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ടെൻഡൻസിയും കൂടെ ഞാൻ തരാനുണ്ട്. വേറെ ഏതെങ്കിലും കിട്ടാനുണ്ടോ?
യെസ്, മാമിന്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് മാം. കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ മൈൽ സ്റ്റോൺസ്, അവരുടെ ആ ഒരു ലൈഫ് ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്കൊരു റെഫറൻസിനോ അത് സബ്മിഷനോ ഒന്നുമല്ല, അതൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് ജേർണി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് എഴുതാം. മൈൽ സ്റ്റോൺസ് ഇപ്പൊ ഞാനിപ്പം എന്റെ ബർത്ത് തുടങ്ങിയുള്ള ഈ കറണ്ട് ഏജ് വരെയുള്ളത് എഴുതിയപ്പം ശരിക്കും കാര്യമായ എന്താ പറയാ അച്ചീവ്മെന്റ്സ് എന്നുള്ളത് ആഫ്റ്റർ 35 ആണ് നടന്നേക്കുന്നത്. 35 വയസ്സിന് ശേഷമാണ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ കേട്ടോ, ലൈഫിലെ അല്ല. ലൈഫിൽ നമ്മളുടെ കുട്ടികളുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഹാപ്പി മൊമെന്റ്സ് തന്നെയാണ്. പക്ഷെ അതല്ലാതെ നമ്മുടെ എന്റെ കരിയറിൽ ഒരു അച്ചീവ്മെന്റ് എനിക്ക് വന്നിരുന്നെ 35 വയസ്സിന് ശേഷമാണ്. 39ാമത്തെ വയസ്സിലാണ് ഞാൻ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നത്. 39 കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ MSW ജോയിൻ ചെയ്യാനുണ്ടായത്. ബിടെക് അല്ലേ മാം? ഒരു വേറൊരു ഫേസ് ലൈഫിലെ, ലൈക്ക് അതിപ്പോ കരിയർ കൗൺസിലിംഗ് ആ കോഴ്സിന് ചേർന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. പലപ്പോഴും പാരന്റ് പുഷിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഓരോ കോഴ്സിന് ചേരും, അവർ എങ്ങും എത്താത്ത ഒരു അവസ്ഥയിൽ എത്തൂലേ. ഞാനൊക്കെ അതിന്റെ ഒരു അങ്ങനത്തെ ഒരു രക്തസാക്ഷികളാണ്. ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു. ലൈഫിലെ കുറെ ചേഞ്ചസിന് അത് കാര്യമായി. നമുക്ക് കുറെ ആളുകളെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയും മനുഷ്യരുണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ കുറച്ചും അഡാപ്റ്റേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ അഡാപ്റ്റഡ് ആകേണ്ട സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനെ പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെയും ഉണ്ട്. കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ വളരെ കുറവാണ്. ഒരു കണക്ഷൻ ഒന്നുമില്ല. ടീച്ചേഴ്സ് വരുന്ന ക്ലാസ് എടുക്കുന്നു, കുട്ടികളെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാ ടീച്ചർമാരും അല്ല, എന്നാൽ പിന്നെ കുട്ടികളാണെങ്കിലും ഞാൻ ആദ്യമാകണം അങ്ങനെ ഒരു ടെൻഡൻസി. അത് ബോയ്സിലാണ് ഞാൻ കണ്ടത്, പെൺകുട്ടികളുടെ അത് കണ്ടില്ലായിരുന്നു. 40 പേരില് 14 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ബോയ്സിൽ അങ്ങനെ കണ്ടു. പിന്നെ നമ്മളോട് ഒരാൾക്ക് ഒരു ഗ്രഡ്ജ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഹസ്ബൻഡ് ആ കോളേജിൽ തന്നെ പഠിച്ചു, എന്റെ സീനിയർ ആയിരുന്നു. അപ്പോ ഹസ്ബൻഡിന്റെ ബാച്ചിലുള്ളവർക്ക് ചില പെൺകുട്ടികൾക്ക് എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ല മീൻസ് അവരുടെ ബാച്ചിലുള്ള ഒരു പെൺകുട്ടി ഹസ്ബൻഡും തമ്മിൽ ഇഷ്ടമായിരുന്നു അവര് ഫസ്റ്റ് ഇയർ വന്ന സമയത്ത്. പക്ഷെ അത് ബ്രേക്കപ്പ് ആയി. അപ്പൊ അത് കാരണം ആ പെൺകുട്ടിയെ ക്ലോസ് ആയിട്ടുള്ള അവർക്ക് എന്നോട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗ്രഡ്ജ് പോലെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ചിലർക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഹസ്ബൻഡിനെ നല്ലപോലെ അടുത്തറിയാവുന്ന ആളുകൾക്ക് എന്നെ ഭയങ്കര കാര്യം. അങ്ങനെ നമ്മൾക്ക് കുറെ എക്സ്പീരിയൻസുകൾ ലൈഫിൽ ഉണ്ടായ ഒരു 4 വർഷമായിരുന്നു അത്. പിന്നെ ചില ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ലൈഫിന്റെ ഒരു ഫേസ്. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ പഠിക്കണമെങ്കിൽ അവർക്കൊരു അഫയർ വേണം, എന്നാലേ അവർ പഠിക്കുള്ളൂ. അവർക്ക് ഒരു മോട്ടിവേഷൻ അതായിരുന്നു. പഠിത്തമൊക്കെ കഴിയുമ്പോഴേക്കും ബ്രേക്കപ്പ്. അതൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഒരു പ്രണയം എന്നുള്ളതൊന്നും ശരിക്കും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പുകളൊക്കെ കണ്ട ഒരു സ്ഥലം. ചിലര് വളരെ പ്രാക്ടിക്കലായിട്ട് അവരുടെ പേരിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ്സ് നോട്ട് ലൈക്ക് ലവ് മാരേജ്. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാവരോടും, ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാതുമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു 17 ഇയേഴ്സ് ആ ഒരു സമയത്താണ് സീനിയർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ എന്നോട് വന്ന് ഈ ഒരു ഇഷ്ടം പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്റെ വീട്ടില് എന്റെ പാരന്റ്സിനും ഇഷ്ടപ്പെടണം. ഹസ്ബൻഡിന്റെ പേര് ദീപക് എന്നാണോ, ദീപകിന്റെ പാരന്റ്സിന് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു. എന്നാൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇത് അവരുടെ കൺസെപ്റ്റോട് കൂടി പ്രേമിക്കാം എന്നാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മള് പരിചയക്കാര് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു മറുപടി. ലൈക്ക് എന്താ പറയാ, മെച്യൂരിറ്റി അത്രയും ആണെങ്കിൽ പോലും വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞല്ലോ. അല്ലാണ്ട് വീട്ടുകാരറിയാതെ എൻജോയ് ചെയ്യാൻ നോക്കിയില്ലല്ലോ. വീട്ടുകാരറിഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങള് കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയാൽ ഞങ്ങൾ അപരിചിതരാണ്. പുറത്തു വെച്ചുള്ള സംസാരങ്ങളോ കാണലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെ ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ടഫ്, അതിന്റെ ഒരു ഡെഫിനിഷൻ. അങ്ങനെ കുറെ കാര്യങ്ങൾ കോളേജിലെ എക്സ്പീരിയൻസ് ഒക്കെ അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ശരിക്കും പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്തായാലും ബിടെക് കഴിഞ്ഞു, എന്നാല് എംടെക് എടുക്കാം, എന്നിട്ട് ലെക്ചർ ആകാം എന്നുള്ള രീതിയിൽ. പക്ഷെ വീട്ടിലെ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ട് അപ്പോ ഏർണിംഗ് തന്നെയായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് വന്നത്. ചെറിയ വീടൊക്കെ ആയിരുന്നു. ബ്രദറും പഠിക്കുകയായിരുന്നു. പിന്നെ ചേച്ചി നഴ്സിംഗ് ആയിരുന്നു. ചേച്ചി നഴ്സിംഗ് കഴിഞ്ഞ് ചേച്ചി ഇങ്ങനെ ഈ ഗവൺമെന്റിലെ വേക്കൻസിയിൽ ഇങ്ങനെ കയറുമല്ലോ, അപ്പോഴേക്കും അവിടെ PSC ഹാൻഡ് വന്നപ്പോ ചേച്ചിക്ക് ടെർമിനേഷൻ ആയിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ചേച്ചി ഇഗ്നോയുടെ BSc നഴ്സിംഗ് ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ ഫീസ് അങ്ങനെയൊക്കെയുള്ള വീട് പണി കുറച്ചുകൂടെ വീടൊന്ന് മോഡിഫൈ ചെയ്യുകയാണ്. അപ്പൊ എല്ലാം കൂടെ വന്നപ്പോ പിന്നെ ഫോഴ്സ്ഫുള്ളി എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് പോകേണ്ട വന്നു. അപ്പൊ പഠിക്കാൻ പറ്റാനായി. അങ്ങനെ നമ്മള് ഒരെണ്ണത്തിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രൻസ് എക്സാമിന് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനോ എംടെക്കിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റാതെ. പക്ഷെ എന്നാലും ഞാൻ എന്റെ ലൈഫിൽ 4 PSC എഴുതിയിട്ടുണ്ട്. 3 ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാതെയാണ് എഴുതിയത്, പക്ഷെ ഷോർട്ട് ലിസ്റ്റ് ആയതൊക്കെ ലോ റാങ്ക് ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയായിരുന്നു നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയേനെന്ന് അറിയാം. പക്ഷെ അതൊക്കെ അങ്ങനെ പോയി. പിന്നെ മാരേജ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ കുറെ ഹസ്ബൻഡിനും അങ്ങനെ ജോലിക്ക് ഒന്ന് പോകണം എന്നൊരു അങ്ങനെ അവരിങ്ങനെ രാവിലെ പോകുമ്പം വീട്ടിലുണ്ടാവണം, അവര് വൈകിട്ട് തിരിച്ചു വരുമ്പോ വീട്ടിലുണ്ടാവണം. അപ്പൊ ജോലിക്കൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് ആ കൾച്ചറേ മാറുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്ക് തന്നെ തോന്നി എന്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്തെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ, അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഗവൺമെന്റ് സ്കൂളായിരുന്നു. ഞങ്ങള് ഓൾഡ് സ്റ്റുഡൻസ് കുറെ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുമായിരുന്നു. ഒരു മലയാളം മീഡിയം ആയിരുന്നു സ്കൂളിന് ഞങ്ങള് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റിയെടുത്തു. എന്ന് വെച്ചാല് അപ്രൂവല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം കുട്ടികളുടെ എണ്ണം കുറവ്. പുതിയൊരു ഡിവിഷൻ തുടങ്ങാനുള്ള കുട്ടികളില്ല. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം റിസ്കില് ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ബുക്സും ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ. അങ്ങനെ ഇവിടുത്തെ ടീച്ചർമാരുടെ ഒരു കോപ്പറേഷനോട് കൂടി അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തു. എനിക്കും കുട്ടികളുടെ എണ്ണം കൂടി. അങ്ങനെ എണ്ണം കൂടി ഇപ്പൊ അവിടെ ഫുൾ ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പൊ ആ സ്കൂളിൽ കുറെ ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞാൻ വെറുതെ സ്കൂളിൽ പോയിരിക്കും. ടീച്ചേഴ്സ് ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ ഇങ്ങനെ സ്പെഷ്യൽ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുക്കുമല്ലോ ഗവൺമെന്റ് സ്കൂളിൽ, അവർക്ക് ചില ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ടീച്ചർമാർക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ചെന്ന് ഇരിക്കും. ആദ്യമൊന്നും ഇവര് നമ്മളോട് അടുക്കില്ല. അങ്ങനെ കുറെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് ഒരു പോസിറ്റീവ് സ്മൈലൊക്കെ നമ്മളുടെ നേരെ കാണിച്ചു തുടങ്ങി. പിന്നെ നമ്മളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ പിടിച്ച് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി കുട്ടികളുടെ ഡെവലപ്മെന്റ് ഒന്ന് പഠിക്കണുള്ളൂ എന്തെങ്കിലും. അങ്ങനെയാണ് ഞാൻ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് അറിയണതും ഞാൻ മോണ്ടിസോറി കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ മോണ്ടിസോറി കോഴ്സ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഒരു മോണ്ടിസോറി സ്കൂളിൽ മാത്രം നിന്ന് പഠിപ്പിക്കുക അതല്ല, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ MSWന് ജോയിൻ ചെയ്തത്. എനിക്കൊരു പെയ്ഡ് സോഷ്യൽ വർക്കർ ആവാൻ തന്നെ താല്പര്യമുള്ളൂ കേട്ടോ. കാരണം അല്ലാതെ നമുക്ക് ഫ്രീ സർവീസ് അങ്ങനത്തെ അത് നമ്മൾ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് ഫ്രീ സർവീസും അല്ലാത്തിടങ്ങളിൽ ഒരു, കാരണം നമ്മൾക്കൊരു ലിവ്ലിഹുഡ് വേണമല്ലോ, നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ ഒരു വരുമാനം വേണ്ടേ. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഫുൾ സർവീസ് ആകാനായിട്ട് പറ്റും, നമുക്കൊരു ബേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വിചാരിച്ചാണ് അതിന് ചേർന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് എനിക്ക് മനസ്സിലായി. അങ്ങനെ പ്രൊഫഷണലി പ്രത്യേകിച്ച് ഞാൻ ഇഗ്നോയുടെ കോഴ്സാണ് ചെയ്തത്. അപ്പൊ ഒരു ക്യാമ്പസിൽ പോയി ഫുൾ ടൈം കോഴ്സ് അല്ലല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്കൊരു സ്റ്റഡി സെന്റർ ഉണ്ടാവും, അവിടെ ക്ലാസ്, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു പ്രൊഫഷണലി ഒരു കൗൺസിലർ ആകണമെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, അതിനപ്പുറത്തേക്ക് പഠിക്കണം. അതും എനിക്ക് കുട്ടികളുടെ കൗൺസിലിംഗ് ആയിരുന്നു താല്പര്യം, അല്ലാതെ എനിക്ക് പക്ഷെ കുട്ടികളുടെ ചെയ്യുമ്പോൾ ഫാമിലി കൗൺസിലിംഗും വരും. അതിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പ്രൊഫഷണലി അത് സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷെ അറിഞ്ഞ് കുറെ പേര് പേഴ്സണലി വന്നു, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പലയിടത്തുനിന്നും ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ ഒരിടത്ത് ക്ലാസ് എടുക്കുമ്പോഴേക്കും അറിയുമ്പോൾ അടുത്തടുത്തിടങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കും, അവർക്ക് ക്ലാസ് ഇഷ്ടമാണ്. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എറണാകുളം ജില്ല മുഴുവനും ക്ലാസ് എടുത്തിട്ടുണ്ട് യൂത്തിനും അഡോളസൻസിനും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ
പല ഇടങ്ങളിൽ അംഗൻവാടികളും വിളിച്ചു ക്ലാസ് എടുക്കാനായിട്ട്. അംഗൻവാടികളിലൊന്നും നമുക്ക് ഫണ്ടൊന്നുമില്ല, ചെറിയ ഫണ്ടേ അവർക്കുള്ളൂ. അപ്പൊ കുട്ടികൾ വരുമ്പം കുട്ടികൾക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കാനുള്ള ഫണ്ട് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാനത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ തന്നെ അതിന്റെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പേയ്മെന്റിനേക്കാൾ കൂടുതൽ നമുക്ക് റിഫ്രഷ്മെന്റിനാവും. പക്ഷെ അതൊരു രസമാണ് കുട്ടികളുമായിട്ട്. അഡോളസെന്റ് ഗ്രൂപ്പാണല്ലോ, അംഗൻവാടിയിലെ കുഞ്ഞു കുട്ടികളല്ല കേട്ടോ, ആ ഏരിയയിൽ വരുന്ന കൗമാരക്കാർക്കാണ് ക്ലാസ്. അങ്ങനെ ക്ലാസ്സസ് എടുത്തു. അങ്ങനെ വന്നു. പിന്നെ കോവിഡ് ആയപ്പോ ഓൺലൈൻ ട്യൂഷൻ എടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോവിഡിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഞാനിങ്ങനെ രണ്ട് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. അതും അഡോളസെന്റ് ഗ്രൂപ്പിലാണ്. അപ്പോഴാണ് നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ആഡ് ഞാനൊരു വാട്സാപ്പിൽ കാണുന്നത്. എന്റെ വീടിനടുത്തൊരു ചേച്ചി വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടു. എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ജോയിൻ ആവുമായിരുന്നു. നമ്മുടെ 2024 ഫെബ്രുവരിയിലാണ് ഫസ്റ്റ് ബാച്ച് MT1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ MT11 വരെ കോൺവെക്കേഷൻ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ച് തുടങ്ങിയപ്പോ 21st ബാച്ച് വരെ ആയി. അതുവരെ ഉണ്ട്. നമ്മളുടെ ശബ്ദമാണല്ലോ ആയതും, ശബ്ദം ഉള്ളിടത്തോളം കാലം വർക്ക് ചെയ്യും. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ അഡോളസെന്റ് ഗ്രൂപ്പിൽ ചെയ്ത പ്രോഗ്രാം കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരും. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയ ഒരു പ്രോഗ്രാം, അത് കുറച്ച് ചലഞ്ചസ് ഒക്കെ കാരണം ഇത്തിരി പ്രശ്നത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ അത് ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നാണ് കേട്ടത്. നമ്മുടെ എല്ലാ സ്കൂളുകളിലും സ്കൂളിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രോഗ്രാം വരും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ കൂടെയായിട്ട് നമ്മള് കൂടുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ഫേം ഉണ്ട് പെരുമ്പാവൂർ ഒക്കലിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു സൈക്കോതെറാപ്പിസ്റ്റ്. കലയുടെ ഒരു കൺസെപ്റ്റ് ആണ് കോൺഷ്യസ് പ്രഗ്നൻസി ആൻഡ് കോൺഷ്യസ് പാരന്റിങ്. അങ്ങനെ കൂടിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഒരു കുഞ്ഞ് വേണമെന്ന് പാരന്റ്സ് തീരുമാനിക്കുന്ന സമയം തുടങ്ങി ആ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണത്. ഇതിന് കുറെ ചലഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം സ്കൂളിലെ PTA മീറ്റിംഗ് വെക്കുമ്പോൾ അമ്മ മാത്രമേ വരുള്ളൂ, അച്ഛൻ വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ ഈ പറയുന്ന ഹസ്ബൻഡും വൈഫും വന്നാലാണ് നമുക്ക് ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് പോകും. ചില സമയത്ത് എനർജി ലോ ആവും, ഭയങ്കര ലോ ആവും. എനിക്ക് ഒരു ലാസ്റ്റ് കുറെ മന്ത്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഏജിങ്ങിന്റെ ആണോ എന്താ പ്രശ്നം മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയി വരുന്നുണ്ട്. എനർജി ലോ ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. ആരെന്ത് പറഞ്ഞാലും എനർജി ലോ ആവുന്ന പരിപാടിയില്ല കേട്ടോ. അത് പണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മാറ്റണം. ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഡൗൺ ആവാറില്ല. അല്ലാതെ നമുക്ക് എന്തോ ഒരു അത് തോന്നി മെനോപോസ് എടുക്കുന്നതിന്റെ ആണോ, ഹോർമോൺ ചേഞ്ചസിന്റെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. എനർജി ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ലോ ആയിട്ടുണ്ടായിരുന്നു. അതെന്റെ ക്ലാസ്സിനെയൊക്കെ ബാധിച്ചു. ആരെങ്കിലൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, എന്റെ ക്ലാസ്സിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ എന്ത് പറയണോന്നുള്ള ഒരു സെൻസ് ഒക്കെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ലീവ് ആക്കുമായിരുന്നു അത് കാരണം ശരിക്കും എനിക്കൊരു ഔട്ട്കം വരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാറി കിട്ടി. അത് എങ്ങനെ മാറിയെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അതെനിക്ക് ഇടയ്ക്ക് ലങ്സിനൊരു പ്രോബ്ലം വന്നു. അതിന്റെ കാരണം ഞാൻ കോൺഷ്യസ് ആയതുകൊണ്ട് പറ്റിയതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കുറെയൊക്കെ സെൽഫ് അനാലിസിസ് നടത്തി നോക്കി, എനിക്ക് പിടികിട്ടിയില്ല. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. നല്ലൊരു ടീമായിരുന്നു. ഓരോ ബാച്ചിനും ഓരോ യുണീക്ക്നെസ് ഉള്ളതുപോലെ നിങ്ങളുടെ ബാച്ചിനുണ്ടായിരുന്നു. കുറെ പേര് വളരെ വിജിലന്റ് ആയിരുന്നു, പരസ്പരം സപ്പോർട്ടീവ് ആയിരുന്നു. കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് സോർട്ട് ഔട്ട് ചെയ്തു. ഇനി എന്തെങ്കിലും മനസ്സിൽ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യാം. ബി ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എനിവേ നമ്മളൊന്നുകൂടെ കാണുമല്ലോ എക്സാമിന് മുമ്പ്. താങ്ക് യു സോ മച്ച്. ഇത് ആരോ എന്നോട് താങ്ക് യു മാം. താങ്ക് യു മാം. കോളേജിലല്ലേ ഇതിന്റെ ഇടയ്ക്കൂടെ കയറിയോ? മാഡം ആകെ ഇപ്പം നടന്നോണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൂമിൽ വന്ന ഒരു മൊബൈലിൽ നിന്ന് സംസാരിക്കുന്നത്. എന്നെ കാണാമോ മാഡത്തിന്? കാണാം. വോയിസ് ഒന്ന് ബ്രേക്ക് ആയിരുന്നു. കാണാൻ പറ്റുന്നുണ്ട്. ഇവയുടെ ഇതിന് ഞാൻ കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയതൊക്കെ വീട്ടിലും അല്ലാതെ കുറച്ച് ബുക്കൊക്കെ ഇവിടെയും അങ്ങനെയൊക്കെ ആയിപ്പോയി. മെറ്റീരിയൽസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കും.
അതുകൊണ്ടാണ് എനിക്ക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പറ്റുന്നത് ഞാൻ ഇവിടെ വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്തു വെക്കാം. അല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ, വലിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പാടാണ്. എനിക്ക് വീട്ടിൽ ഇവിടുന്ന് ഒരു 200 കിലോമീറ്റേഴ്സ് അകലെയാണ്. അത് കോളേജ് ബസ്സിനെയോ മാം ഒരു സെൽഫി പിക്ചർ എടുത്താൽ മതി. ഒരു പിക്ചർ എടുത്താൽ മതി. അതിന്റെ പിക്ചർ എടുത്തിട്ട് സെൻഡ് ചെയ്യൂ. മാമിന് കാണിക്കണം എന്നുണ്ടെങ്കിൽ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പിക്ചർ എടുത്ത് സെൻഡ് ചെയ്താലും മതി. ഓക്കെ മാം. ഞാനിപ്പോ ലിഫ്റ്റിലാണ്. ഞാൻ ചിലപ്പോൾ സംസാരിക്കും. ഞാൻ താഴെ വന്നിട്ട് ഒന്നുകൂടെ പറയാം. പിന്നെ അല്ലാതെ സർവേയും പ്രോജക്റ്റും ചെയ്തിട്ടുണ്ട്. സർവേ പ്രോജക്റ്റ് കേൾക്കാമോ? കേൾക്കാം. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. കേൾക്കാം, പറഞ്ഞു. സ്റ്റക്ക് ആയി പോയല്ലോ. എനിക്ക് മാത്രമാണോ? അല്ല മിസ്സേ, ഞങ്ങൾക്ക് സ്റ്റക്കായി. എനിക്ക് ഒരു വസന്തം വരുമ്പോ ഒരു മദർ ടച്ച് ആണല്ലേ. അങ്ങനത്തെ സാധനമൊക്കെ എഴുതിയിട്ടുണ്ട്. മൈ കളക്ഷൻ ബുക്കില് മിക്കവാറും എല്ലാം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ഡേറ്റ് തരുമായിരുന്നു. നാളെ പറഞ്ഞു. സമയം ചിലപ്പോ രാത്രി ആയാൽ ചിലപ്പോ ഇല്ല. മാമിന് രാത്രിയാണോ വേണ്ടത്? രാത്രി വേണോ ടൈം? മ്യൂട്ട് ചെയ്തേക്കുക. ഓഡിയോ മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. കൊടയൊക്കെ പിടിച്ച് നടക്കുവോ? പുറത്താക്കൂ. മ്യൂട്ടായി പോയി. രാത്രി സമയം വേണോ? രാത്രി വേണ്ട മാഡം. ഞാൻ രാത്രി ചെയ്യുന്നത് അവിടെ നെറ്റ് കണക്ഷൻ ചിലപ്പം കുറവായിരിക്കും. പകല് അവര് 28 പറഞ്ഞെന്നാണ് തോന്നുന്നത്. 28 പകല് ഉച്ചയ്ക്ക്, അതായത് 2 മണിക്ക് മുമ്പായാൽ കുഴപ്പമില്ല. അത് പറ്റുമെങ്കിൽ ഓക്കെ മാം. 28 തന്നെയാണല്ലോ അല്ലേ മാം? 28-നാണോ ടൈം തന്നിരിക്കുന്നത്? എനിക്ക് അറിയില്ല. എനിക്ക് സ്ലോട്ട് ഒന്നും കിട്ടിയില്ല. ഏത് ടീച്ചറാണ്? അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു, പക്ഷെ കൺഫേം ആയിട്ട് പറഞ്ഞില്ല. ഞാനിപ്പോ പറയുമല്ലോ, കൺഫേം ചെയ്ത് പറയും. എനിക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. അതും കൊണ്ട് നടക്കുകയാണ് ഞാനിപ്പോ റൂമിലേക്ക്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മ്യൂട്ട് ചെയ്തോളൂ മാം, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ മാം. അത് ആക്കാൻ പറ്റുന്നില്ല. കൈ ചെയ്യലുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Thank you so much. Okay, ma'am. Thank you. Thank you so much. Thank you, ma'am. 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 Hello, ma'am. അമ്മയുടെ കൂടെ ഈ ഒരു ക്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആര് വാങ്ങിച്ചോ? ഓ ശരി.
ശരി ശരി. താങ്ക് യു. ബൈ. സ്കൂളിൽ പോകാൻ ഉടുപ്പൊക്കെ വാങ്ങിച്ചോ? ബാഗ് വാങ്ങിച്ചായിരുന്നോ അമ്മ? ഓക്കെ മാം. ഓക്കെ ബൈ. അസ്ന മാം ലീവ് ആവുകയാണേ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.